അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നിലവിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന പോർഷനാണ്. അതിൽ നമുക്കിപ്പോൾ 2-3 വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ തിയറി പാർട്ട്, അതിൻ്റെ ഒരു ക്യാപ്സൂൾ പരുവത്തിലുള്ളൊരു സമ്മറി, പിന്നീട് നമ്മളൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തു ഒരു വീഡിയോയിൽ. ആ പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ 3 സ്റ്റേജുകളിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 3 സ്റ്റേജുകളിൽ ഇതിൻ്റെ ആൻസർ വരും, എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞ്. നിങ്ങൾ ആ വീഡിയോ ഉറപ്പായിട്ടും പോയി കാണണം, കാണാത്തവരാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് തന്നെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലാതെ കുറേ പ്രോബ്ലംസാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് പ്രോബ്ലംസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കണം. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനലിനെ വളരെ വലിയൊരു വിജയത്തിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്, കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, അക്കൗണ്ട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഒരു വിൻഡോയിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടോട്ടൽ സമ്മറിയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒന്നും കൂടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഞാനൊന്ന് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. നമുക്ക് എറേഴ്സ് നോർമലി 4 തരത്തിൽ നമ്മൾ എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇത്തരത്തിൽ എററുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഡെഫിനിഷനും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളും ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ എറേഴ്സുകളെ നമ്മൾ ഫോർ ദ പർപ്പസ് ഓഫ് റെക്ടിഫിക്കേഷൻ നമ്മൾ 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രധാനമായും 1 സൈഡഡ് എറർ ആൻഡ് 2 സൈഡഡ് എറർ. ഇത് തന്നെ റെക്ടിഫിക്കേഷൻ പ്രധാനമായും 3 സ്റ്റേജുകളിലാണ് വരുന്നത്. ഏതാണ് ഈ 3 സ്റ്റേജ്? ബിഫോർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ബിഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. ഈ 3 സ്റ്റേജുകളിലാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഞാനിവിടെ 5 സാഹചര്യങ്ങളിൽ 5 സിറ്റുവേഷൻസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ 1 സൈഡഡ് എറർ ആണെങ്കിൽ ഈ 5 സിറ്റുവേഷൻസ് നമ്മൾ വന്നാൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യണം, അതുപോലെ 2 സൈഡഡ് എറർ ആണെങ്കിൽ ഈ 5 സിറ്റുവേഷൻസ് വന്നാൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യണം എന്നൊക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി 3 സിറ്റുവേഷൻ ആണെങ്കിലും 3 സ്റ്റേജുകളാണെങ്കിലും ഈ മൂന്നാമത്തെ സ്റ്റേജ്, അതായത് ആഫ്റ്റർ ഫിനാൻഷ്യൽ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ എററുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിലും റെക്ടിഫൈ ചെയ്യുന്നതെങ്കിലും അതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അതാണ് ഞാനിവിടെ കറക്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെ എറേഴ്സാണ് ജേണൽ എൻട്രി ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യേണ്ടത്, ഏതൊക്കെ എറേഴ്സാണ് ജേണൽ എൻട്രി ഉപയോഗിക്കാതെ റെക്ടിഫൈ ചെയ്യേണ്ടി വരുന്നത്, ഏത് എറേഴ്സിലാണ് സസ്പെൻസ് അക്കൗണ്ട് വരുന്നത്. 1 സൈഡഡ് എറർ, സസ്പെൻസ് അക്കൗണ്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് 1 സൈഡഡ് എറർ നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ സസ്പെൻസ് അക്കൗണ്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. ട്രയൽ ബാലൻസിന് മുമ്പാണ് 1 സൈഡഡ് എറർ റെക്ടിഫൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ജേണൽ എൻട്രിയുടെ ആവശ്യമില്ല. ആ പറയുന്ന അക്കൗണ്ടിൽ നമ്മളത് ജസ്റ്റ് ഒരു നോട്ട് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്യുക. ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത കാര്യമാണ്. ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഞാൻ PDF ആയിട്ട് ഇതിനകത്ത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഒന്നുകിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം ഈ പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യാൻ. ഞാൻ എല്ലാ വീഡിയോയിലും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അത്യാവശ്യം നോട്ടുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം നമ്മൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു വീഡിയോയ്ക്കകത്തായിരുന്നു, ഇതിന് മുമ്പത്തെ വീഡിയോയിലായിരുന്നു. ഇത് 2ാമത്തെ പ്രോബ്ലമാണ്. നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് സെയിൽസ് 16,000, 16,000 രൂപയുടെ ക്യാഷ് സെയിൽസ്. എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ക്യാഷ് സെയിൽസിന്? വെയർ നോട്ട് പോസ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. അതായത് ക്യാഷ് സെയിൽസ് ആയിട്ടുള്ള 16,000 രൂപ എവിടെ പോസ്റ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്? സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തില്ല. കൃത്യമായി പറയുന്നുണ്ട്, നോട്ട് പോസ്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ക്യാഷ് സെയിൽ ക്യാഷ് ബുക്കിൽ വന്നിട്ടുണ്ടാവും. ക്യാഷ് ബുക്സ് ഓഫ് പ്രൈം എൻട്രി ആണ്. ആ പ്രൈം എൻട്രിയിൽ നിന്നും സെക്കൻഡറി എൻട്രി ആയിട്ടുള്ള
നമ്മുടെ എവിടേക്ക് പോസ്റ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്? സെയിൽസ് അക്കൗണ്ടിൽ. അപ്പം മിസ്റ്റേക്ക് എവിടെ മാത്രമേ ഉള്ളൂ? സെയിൽസ് അക്കൗണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം, ക്യാഷ് സെയിൽസിൻ്റെ ജേണൽ എൻട്രി ഒന്ന് മനസ്സിലാലോചിച്ചേ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ബൈ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്ന് എഴുതിയിട്ടുണ്ട്, സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലല്ലേ ഇത് വരേണ്ടത്? ആണ്, അവിടെ എഴുതിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് ട്രയൽ ബാലൻസിന് മുമ്പ് റെക്ടിഫൈ ചെയ്യുന്ന പ്രോബ്ലം ആണോ ട്രയൽ ബാലൻസിന് ശേഷമാണോ എന്നൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പോൾ നോർമൽ കേസിൽ ട്രയൽ പ്രിപ്പയർ ചെയ്തു എന്നും അത് സസ്പെൻസ് അക്കൗണ്ടിലോട്ട് മാറ്റി എന്നുള്ള അസംഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, ജേണൽ എഴുതുന്നതിന് വേണ്ടി. കാരണം ഇല്ലെങ്കിൽ അവർ കൃത്യമായി പറയും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിതെല്ലാം ജേണൽ എൻട്രി ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നു എന്ന രീതിയിലാണ്. പക്ഷേ ഇതൊരു വൺ സൈഡഡ് എററാണ്. കാരണം എവിടെ മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ? സെയിൽസ് അക്കൗണ്ടിൽ മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. എവിടെയാണ്? സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ. നിങ്ങൾക്ക് അല്ലെങ്കിലും അറിയാം, സെയിൽസ് അക്കൗണ്ടിൽ ഇത് ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാം, സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്നാണ് വരേണ്ടത്. അങ്ങനെ ഒരു എൻട്രി വന്നിട്ടില്ല. പകരം നിങ്ങൾ അവിടെ എന്ത് കൊടുക്കണം? ബൈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് കൊടുക്കണം. സെയിൽസ് അക്കൗണ്ടിൽ ബൈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് കൊടുത്താൽ എന്താണ് ജേണൽ എൻട്രി? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. കഴിഞ്ഞല്ലോ. അതായത് സെയിൽസ് കൂടണം. സെയിൽസ് കൂടണമെങ്കിൽ സെയിൽസിന് ക്രെഡിറ്റ് കൊടുക്കണം. പകരം ആ ഫിഗർ നമ്മൾ എവിടെ നിന്ന് വേണം എടുക്കാൻ? സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് വേണം കണ്ടെത്താൻ. കാരണം എല്ലാ എററുകളും സസ്പെൻസ് അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്താണ്? ബൈ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത് അവർ പറയുന്നത് വെയർ പോസ്റ്റഡ് ആസ് 6000 ഇൻ സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു, 6000 രൂപ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ബാലൻസ് 10000 രൂപയാണ് മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ സെയിം ജേണൽ എൻട്രി തന്നെയാണ്, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് തന്നെ വരും. പക്ഷേ ആ 10000 മാത്രം എഴുതിയാൽ മതി, ഓൾറെഡി 6000 എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തത് വെയർ പോസ്റ്റഡ് ടു കമ്മീഷൻ അക്കൗണ്ട്. ഇത് എവിടെ പോസ്റ്റ് ചെയ്ത്? ഈ 16000 രൂപയും സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം കമ്മീഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അവിടെ സിമ്പിളാണ്, അവർ സൈഡ് മാറി എന്നൊന്നും പറയുന്നില്ല. സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്യേണ്ടത് കമ്മീഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് തന്നെ പോസ്റ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വരേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ എന്നാണ്. ഈ ക്യാഷിന് പകരം ആര് വരണം? കാരണം ഈ പൈസ ഇപ്പം കമ്മീഷനിലാണ് കിടക്കുന്നത്. ആ കമ്മീഷനിൽ നിന്ന് എടുത്ത് നമുക്ക് സെയിൽസിലോട്ട് മാറ്റണം. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ എന്നുള്ളതിന് പകരം ക്യാഷ് വെട്ടിയിട്ട് കമ്മീഷൻ എടുക്കുക. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പോൾ എൻട്രി എല്ലാം സെയിം തന്നെയാണ്. അവിടെ സസ്പെൻസ് മാറിയിട്ട് എന്ത് വരും? കമ്മീഷൻ വരും. കാരണം ഈ എറർ സസ്പെൻസിലല്ല കിടക്കുന്നത്, കമ്മീഷനിലാണ് കിടക്കുന്നത്. സോ കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് വരും. സിമ്പിളാണ്. കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. ഇനി ഇത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണെങ്കിൽ എന്ത് മാറ്റമായിരിക്കും വരിക? ഈ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ എന്ത് മാറ്റം വരും? ഈ സെയിൽസിൻ്റെ അവിടെ എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഈ സെയിൽസിൻ്റെ അവിടെ എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഈ കമ്മീഷൻ്റെയും സെയിൽസിൻ്റെയും രണ്ടിടത്തും പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വരും. അപ്പോൾ ഇത് റെക്ടിഫൈ ചെയ്താലും റെക്ടിഫൈ ചെയ്തില്ലെങ്കിലും സെയിം എഫക്റ്റ് ആണ് മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ. ഞാൻ ഓൾറെഡി ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫോർമാറ്റ് ഇതെടുത്ത് നോക്കുക. ഇതിനകത്ത് ഓപ്ഷണൽ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പോർഷനാണ്. ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ളതാണെങ്കിൽ ടു സൈഡ് എറർ ആണെങ്കിൽ ടു സൈഡ് എററിൽ ഇൻകവും എക്സ്പെൻസും ആണെങ്കിൽ ദാണ്ട് ഈ ഓപ്ഷനാണ് വരുന്നത്. ഇത് മൊത്തം റെഡാണ്, ഓപ്ഷണൽ റെക്ടിഫിക്കേഷൻ ആണ്. ഇൻകവും കൂടും എക്സ്പെൻസും കൂടും, അല്ലെങ്കിൽ ഇൻകവും കുറയും എക്സ്പെൻസും കുറയും. രണ്ടും ഒരേപോലെ വന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ഫ്രം മിഷനറി 2000. 2000 രൂപ ഡിപ്രീസിയേഷൻ മിഷനറിയിൽ നിന്നും റിട്ടേൺ ഓഫ് ചെയ്തു. അത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് പോസ്റ്റഡ് അറ്റ് ആൾ. അതായത് അത് ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ചെയ്തത് എഴുതിയിട്ടേ ഇല്ല എന്നുള്ളതാണ്, പോസ്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നുമില്ല, എഴുതാത്തൊരു സാധനം എഴുതി ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി? ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. മിഷനറിയുടെ വാല്യൂ കുറയുകയാണ്, അസറ്റ് കുറയുകയാണ്, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സിമ്പിൾ ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി. ഓക്കെ, ദെൻ രണ്ടാമത്തത് വാസ് നോട്ട് പോസ്റ്റഡ് ടു മിഷനറി അക്കൗണ്ട്. അതായത് ഡിപ്രീസിയേഷൻ മിഷനറി അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിടത്ത് മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? മിഷനറി അക്കൗണ്ടിൽ മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ.
ഡിപ്രീസിയേഷനിൽ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാകും. അവിടെ മിഷനറിയിൽ മാത്രമല്ലേ മിസ്റ്റേക്ക് ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വൺ സൈഡഡ് എററാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഡിപ്രീസിയേഷൻ മിഷനറി അക്കൗണ്ടിൽ ഏത് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ജേണൽ എൻട്രി ആലോചിക്കണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്നാണ് ജേണൽ എൻട്രി. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ടു മിഷനറി എന്നും മിഷനറി അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷൻ എന്നുമാണ് വരേണ്ടത്. മിഷനറി അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷൻ എന്ന് എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മിഷനറി അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷന് പകരം മിഷനറി അക്കൗണ്ടിൽ ബൈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് വരും. ജേണൽ എൻട്രി അപ്പോൾ എന്ത് വരും? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്ന് വരും എൻട്രി. സിമ്പിളായിട്ട് കിട്ടിയല്ലോ, കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത മൂന്നാമത് ഓപ്ഷൻ വാസ് നോട്ട് പോസ്റ്റഡ് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഇത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെ മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. ജേണൽ എൻട്രി നോക്കാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എവിടെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ടു മിഷനറി എന്നും മിഷനറി അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷൻ എന്നുമാണ് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ആ ടു മിഷനറി എന്ന് എഴുതിയിട്ടില്ല, മറന്നുപോയി, ചെയ്തില്ല. ഇപ്പോൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ടു മിഷനറിക്ക് പകരം എന്ത് എഴുതി കൊടുക്കും? ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് വരും. സിമ്പിളാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. ആ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു മിഷനറി എന്ന് എഴുതുന്നതിന് പകരം അന്നത് എഴുതാത്തതിനെ കൊണ്ട് ഇന്ന് അവിടെ ടു സസ്പെൻസ് എന്ന് എഴുതി കൊടുത്താൽ ജേണൽ എൻട്രി ആയി. ഒരു അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ ജേണൽ എൻട്രി പറയാം? ഡെബിറ്റ് സൈഡിലെ ഐറ്റം ആണെങ്കിൽ അക്കൗണ്ട് നെയിം ഡെബിറ്റ് ചെയ്യുക, ഐറ്റം ക്രെഡിറ്റ് ചെയ്യുക. അപ്പം അക്കൗണ്ട് നെയിം അക്കൗണ്ട് ഡെറ്റർ ടു ഐറ്റം നെയിം. തിരിച്ച് ഒരു അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റ് സൈഡിലെ ജേണൽ എൻട്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഐറ്റം നെയിം അക്കൗണ്ട് ഡെറ്റർ ടു അക്കൗണ്ട് നെയിം. ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ജേണലൊക്കെ പഠിപ്പിച്ച സമയത്ത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ട്രയൽ ബാലൻസ് ഓഫ് അനുപമ ഡിഡ് നോട്ട് എഗ്രി. ഇറ്റ് ഷോഡ് ആൻ എക്സസ് ക്രെഡിറ്റ് ₹10,000. അതായത് അനുപമയുടെ ട്രയൽ ബാലൻസ് ടാലിയാക്കാൻ നോക്കിയപ്പോൾ അത് ടാലിയായില്ല എന്നും ക്രെഡിറ്റ് സൈഡിൽ 10,000 രൂപ കൂടുതലാണ്. ഏതിനേക്കാൾ? ഡെബിറ്റ് സൈഡിനേക്കാൾ. അപ്പോൾ ഡെബിറ്റിൻ്റെ ടോട്ടലിനേക്കാൾ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ കൂടുതലാണ്. അപ്പോൾ ഡിഫറൻസ് ഡെബിറ്റ് സൈഡിലാണ്. സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് വരും. കാരണം സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിലാണ് 10,000 നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. കൃത്യമായി പറയുന്നത്. അനുപമ പുട്ട് ദ ഡിഫറൻസ് ടു സസ്പെൻസ് അക്കൗണ്ട്. അനുപമ ഇത് സമയമില്ലാത്തതിനെ കൊണ്ട് സസ്പെൻസ് അക്കൗണ്ടിലോട്ട് മാറ്റി. ഷീ ലൊക്കേറ്റഡ് ദ ഫോളോയിങ് എറർ. പിന്നീട് ഈ പറയുന്ന എറേഴ്സുകൾ കണ്ടുപിടിച്ചു. ഇത് ഫിനാൻഷ്യൽ പീരീഡിന് ശേഷമാണെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ എറേഴ്സുകൾ കണ്ടുപിടിച്ചു എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒന്ന്, സെയിൽസ് റിട്ടേൺ ബുക്ക് ഓവർകാസ്റ്റ് ബൈ 1000. അതായത് സെയിൽസ് റിട്ടേൺ ബുക്ക് 1000 രൂപ കൂടിക്കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. സെയിൽസ് റിട്ടേൺ ബുക്ക് 1000 രൂപ കൂടിക്കിടക്കുകയാണ്. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നതിന് എന്തു ബാലൻസ് വരുന്നതാണ്? സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് നോർമലിൽ വരുന്നത്, ഇൻകം അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സെയിൽസ് റിട്ടേൺ. എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റമാണ്. അപ്പം സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പെട്ടെന്ന് ചിന്തിക്കുക, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇൻകം ആയതിനെ കൊണ്ട് സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് സെയിൽസ് റിട്ടേൺ. അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. എപ്പോഴും ട്രാൻസാക്ഷൻ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ 1000 രൂപ കൂടിപ്പോയി. സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ടോട്ടൽ ചെയ്തപ്പോൾ 1000 രൂപ കൂടിയെങ്കിൽ അത് കുറയ്ക്കണമെങ്കിൽ ആ 1000 രൂപ ക്രെഡിറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, ആ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത കേസ് ആയതുകൊണ്ട് ആ ക്രെഡിറ്റ് സൈഡിൽ സസ്പെൻസ് എന്ന് പറഞ്ഞ് 1000 രൂപ എഴുതിയാൽ നമ്മുടെ ആൻസറായി. അപ്പോൾ സെയിൽസ് ഡേ ബുക്കിലല്ല നമ്മൾ ഇതൊന്നും എഴുതുന്നത്, നമ്മൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിലാണ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് മനസ്സിൽ ചിന്തിക്കുക. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന് എപ്പോഴും ഡെബിറ്റ് എൻട്രി ആണ് വരുന്നത്. അതിന് കൂടിപ്പോയി എന്നാണ് പറയുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഒരു 1000 രൂപ എഴുതിയിട്ട് സസ്പെൻസ് എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ എൻട്രി ക്രെഡിറ്റ് സൈഡിൽ വരുന്നതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ബൈ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്.
സോ അതിൻ്റെ ജേണൽ എൻട്രി ആയി ബൈ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ 600. പർച്ചേസിന് എന്തൊരു ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്, എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ പർച്ചേസ് ബുക്ക് 600 രൂപ കുറഞ്ഞു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് മനസ്സിൽ കൊണ്ടുവരിക. പർച്ചേസ് അക്കൗണ്ടിൽ സാധാരണ ഡെബിറ്റ് സൈഡിൽ മാത്രമാണ് ട്രാൻസാക്ഷൻസ് വരുന്നത്. ആ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ, പർച്ചേസ് ഡേ ബുക്കിൻ്റെ ടോട്ടലിലാണ് പ്രശ്നമുള്ളത്. പക്ഷേ അത് ഓൾറെഡി പർച്ചേസ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡേ ബുക്കിൽ പോയി തിരുത്തേണ്ട ആവശ്യമില്ല. ആ ഡിഫറൻസ് നിങ്ങൾക്ക് പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ 600 രൂപ കുറഞ്ഞ് കിടക്കുകയാണെങ്കിൽ ഒരു 600 കൂടെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഒരു 600 പോസ്റ്റ് ചെയ്തിട്ട് അതിന് നേരെ നിങ്ങൾ എന്ത് എഴുതും? ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതണം. കാരണം ഡിഫറൻസ് എല്ലാം സസ്പെൻസിൽ നിന്നാണ് വരേണ്ടത്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് വരും. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ? ഇത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അക്കൗണ്ട് മനസ്സിൽ ചിന്തിച്ചാൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതൊരു പാടുള്ളൊരു കേസേ അല്ല. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ട്രയൽ ബാലൻസിന് മുമ്പാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ആസ് മിസ്റ്റേക്സ് ഇൻ ടോട്ടലി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 600 രൂപ എഴുതി കൊടുത്താൽ മതി. അതിന് ജേണൽ എൻട്രി ഒന്നുമില്ല, ജസ്റ്റ് ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് മാത്രം മതി. അതൊക്കെ ഞാൻ ഓൾറെഡി കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞതാണ്. നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലാണ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തൽക്കാലം നമുക്ക് 3ാമത്തെ പോയിന്റിലേക്ക് പോകാം. ഇൻ ദി സെയിൽസ് ബുക്ക് ടോട്ടൽ ഓഫ് പേജ് നമ്പർ 4 വാസ് ക്യാരി ഫോർവേഡ് ടു പേജ് നമ്പർ 5. പേജ് നമ്പർ 4 നിന്നും പേജ് നമ്പർ 5 ക്യാരി ഫോർവേഡ് ചെയ്തപ്പോൾ 1000 രൂപ യാണ് എൻ്റർ ചെയ്തത്. പക്ഷേ എഴുതേണ്ട യഥാർത്ഥ ഫിഗർ എത്ര ആയിരുന്നു? 1200 ആയിരുന്നു. അപ്പോൾ 4ാമത്തെ പേജിൽ നിന്നും 5ാമത്തെ പേജിലേക്ക് പേജിൻ്റെ ടോട്ടൽ, ക്ലോസിംഗ് ടോട്ടൽ എടുത്ത് ഓപ്പണിംഗ് എഴുതിയപ്പോൾ തെറ്റിപ്പോയി. 200 രൂപ തെറ്റിപ്പോയി. കറക്റ്റ് ഫിഗർ 1200 ആണ്, പക്ഷേ എഴുതിയത് 1000 ആണ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ സെയിൽസ് ബുക്ക് 200 കുറഞ്ഞു നിൽക്കുകയാണ്. അതേ കൂടാതെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ടോട്ടൽ ഓഫ് പേജ് 8 വാസ് ക്യാരി ഫോർവേഡ് ടു ദ പേജ് 9 ആസ് 5600 ഇൻസ്റ്റഡ് ഓഫ് 5000. അവിടെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. 5000 എഴുതേണ്ടതിന് പകരം 5600 എഴുതിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആക്ച്വൽ ഫിഗർ 1200 ആണ്, പക്ഷേ 1000 എഴുതിയിട്ടുള്ളൂ അല്ലേ, 200 രൂപയാണ്. രണ്ടാമത്തെ കേസിൽ 5000 ആണ് ആക്ച്വൽ ഫിഗർ എന്ന് പറയുന്നത്, പക്ഷേ 5600 എഴുതി. ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കറക്റ്റായിട്ട് 400 രൂപയുടെ മിസ്റ്റേക്കാണ് ഇവിടെ ഉള്ളത്. 1200 എഴുതേണ്ടടുത്ത് 1000 എഴുതിയുള്ളൂ. അപ്പോൾ 200 രൂപ കുറഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. 5000 എഴുതേണ്ടടുത്ത് 5600 എഴുതി. അപ്പം 600 രൂപ കൂടിക്കിടക്കുകയാണ്. അവിടെ 200 രൂപ കുറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആക്ച്വലി 400 രൂപ കൂടിക്കിടക്കുകയാണ്. 400 രൂപ കൂടിക്കിടക്കുകയാണ്. നമുക്ക് സെയിൽസ് ഡേ ബുക്കിൽ 400 രൂപ കൂടിയാൽ ആ 400 രൂപ കുറയ്ക്കണമെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി? സെയിൽസ് അക്കൗണ്ട് മനസ്സിൽ കൊണ്ടുവരിക. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇൻകം ആണ്. ഇൻകം ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് സാധാരണഗതിയിൽ ട്രാൻസാക്ഷൻ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ട്രാൻസാക്ഷൻ എഴുതിയാൽ ഇൻകം കൂടും. ഡെബിറ്റ് സൈഡിൽ ട്രാൻസാക്ഷൻ എഴുതിയാലോ ഇൻകം കുറയും. നമുക്ക് 400 രൂപ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 400 രൂപ എഴുതിയാൽ പ്രശ്നം കഴിഞ്ഞു. സെയിൽസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 400 രൂപ എഴുതി. ഇനി എന്താണ് ട്രാൻസാക്ഷൻ കോളത്തിൽ കൊടുക്കേണ്ടത്? ടു സസ്പെൻസ് അക്കൗണ്ട്. ജേണൽ എൻട്രി അപ്പോൾ എന്ത് വരും? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. 400 ഡെബിറ്റ്, 400 ക്രെഡിറ്റ്. ഇനി നമ്മളിപ്പം ഇവിടം വരെ കവർ ചെയ്തു. ഒന്ന് മാർക്ക് ചെയ്ത് പോകാം, മറന്നു പോകരുത്. അടുത്തത് ഗുഡ്സ് റിട്ടേൺഡ് ടു രാജ് 1000 വെയർ റെക്കോർഡഡ് ത്രൂ സെയിൽസ് ബുക്ക്. ഗുഡ്സ് റിട്ടേൺഡ് എന്ന് പറഞ്ഞാൽ അത് പർച്ചേസ് റിട്ടേൺ ആണ്. വെയർ റെക്കോർഡഡ് ത്രൂ സെയിൽസ് ബുക്ക്, അത് സെയിൽസ് ബുക്ക് വഴി എഴുതിയെന്ന് പറയുമ്പോൾ സെയിൽസ് ബുക്കിൽ എഴുതുന്ന സാധാരണ ജേണൽ എൻട്രി എന്താണ്? സെയിൽസ് ബുക്ക് വഴി എൻ്റർ ചെയ്യുമ്പോൾ പാർട്ടി, അതായത് രാജ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, അങ്ങനെയാണ് നോർമലി സെയിൽസിൻ്റെ ജേണൽ എൻട്രി വരുന്നത്, ക്രെഡിറ്റ് ജേണൽ എൻട്രി വരുന്നത്. രാജ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ആക്ച്വൽ ജേണൽ എൻട്രി എന്താണ്? രാജു അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ എന്നാണ് ജേണൽ എൻട്രി വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ നിങ്ങൾ ചിന്തിക്കുക. സെയിൽസ് ഒരു ഇൻകമാണ്, പർച്ചേസ് റിട്ടേണും ആക്ച്വലി ഒരു ഇൻകത്തിന് തുല്യമാണ്. പർച്ചേസ് എക്സ്പെൻസ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ ഇൻകത്തിന് തുല്യമാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്തായാലും സംഭവം സിമ്പിളാണ്. ജേണൽ എൻട്രി എന്താണ് വരേണ്ടത്?
ആക്ച്വൽ ജേണൽ എൻട്രി എന്ന് പറയുന്നത് രാജ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. ഇവിടെ വന്നേക്കുന്ന ജേണൽ എൻട്രി എന്താണ്? രാജ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ രാജിൻ്റെ അക്കൗണ്ടിൽ പ്രശ്നമില്ല. ഈ തെറ്റായി എഴുതിയപ്പോഴും ശരിയായി എഴുതേണ്ട കേസുകളിലും ഡെബിറ്റ് സൈഡിൽ രാജ് തന്നെയാണ് വരേണ്ടത്, അല്ലേ? അതിൽ പ്രശ്നമില്ല. പകരം ഇവിടെ എവിടെയാണ് പ്രശ്നം? സെയിൽസ് കൂടിക്കിടക്കുന്നു, പർച്ചേസ് റിട്ടേൺ കുറഞ്ഞു കിടക്കുന്നു. സെയിൽസ് കൂടിക്കിടക്കുന്നു, പർച്ചേസ് റിട്ടേൺ കുറഞ്ഞു കിടക്കുന്നു. അപ്പം നിങ്ങൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് ഇത് മറ്റൊരു ബുക്ക് വഴി എഴുതി എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ 2 സൈഡഡ് എററാണ്. ഈ 2 സൈഡഡ് എറർ എന്ന് പറഞ്ഞാൽ സെയിൽസിലും എററുണ്ട്, എവിടെ എററുണ്ട്? നമ്മുടെ പർച്ചേസ് റിട്ടേണിലും എററുണ്ട്. 2 സൈഡഡ് എററാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒറിജിനൽ ജേണൽ എൻട്രി മനസ്സിൽ കൊണ്ടുവരിക. രാജ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ അതാണ് വരേണ്ടത്. ഈ രാജിനെ വെട്ടിയിട്ട് സെയിൽസിനെ അവിടെ കയറ്റുക. ആൻസറായി. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. ഇത്രയേ ഉള്ളൂ ആൻസർ. അടുത്ത കേസിലേക്ക് പോകുമ്പോൾ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം കൃപ ആൻഡ് കമ്പനി ₹8,000 വയർ റെക്കോർഡഡ് ത്രൂ സെയിൽസ് ബുക്ക്. ക്രെഡിറ്റ് പർച്ചേസ് ഏത് വഴി എഴുതി എന്നാണ് പറയുന്നത്? സെയിൽസ് ബുക്ക് വഴി എഴുതി എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ 2 പ്രശ്നങ്ങളാണ്. പർച്ചേസ് ഡേ ബുക്കിൽ എഴുതേണ്ടത് സെയിൽസ് ഡേ ബുക്കിൽ എഴുതി. പർച്ചേസ് കൂടേണ്ടതിന് പകരം സെയിൽസ് കൂടി. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ അക്കൗണ്ടിലും തെറ്റിയിട്ടുണ്ടാവും. കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ ടു പാർട്ടിയുടെ പേര്, അതായത് കൃപ ആൻഡ് കമ്പനി, കൃപ ആൻഡ് കമ്പനിയിൽ ബൈ പർച്ചേസ്, അങ്ങനെയല്ലേ എൻ്റർ ചെയ്യുന്നത്? ഇവിടെ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. കൃപ ആൻഡ് കമ്പനി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, കൃപ ആൻഡ് കമ്പനിയിൽ ടു സെയിൽസ് എന്നും സെയിൽസ് അക്കൗണ്ടിൽ ബൈ കൃപ ആൻഡ് കമ്പനി എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ട്രാൻസാക്ഷൻ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിളായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഒരു അക്കൗണ്ട് മനസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമിനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടാൻ ഒരു റഫ് അക്കൗണ്ട് വരച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നോക്കാം. ഇത് ഞാൻ ചുമ്മാ നമ്മൾ T ഷേപ്പിൽ 2 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ ഏതൊക്കെ അക്കൗണ്ടുകളാണ്? നമുക്ക് പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, കൃപ അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, കൃപ അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് അക്കൗണ്ട് ഉണ്ട്. ഞാനിപ്പോൾ ഇതിനൊരു പേര് കൊടുക്കുന്നു, പർച്ചേസ് അക്കൗണ്ട് എന്നൊരു പേര് കൊടുക്കുന്നു. പർച്ചേസ് അക്കൗണ്ട്, കൃപ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗ്ഗത്തിനാണ് ഇത് പറയുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത്, നിങ്ങൾ ആദ്യം ഇതിൻ്റെ കറക്റ്റ് അക്കൗണ്ട് ഏതാണെന്ന് നോക്കണം. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃപ എന്നാണ് വരേണ്ടത്, അല്ലേ? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃപ എന്നാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കൃപ എന്ന് പറഞ്ഞ് 8,000 എഴുതേണ്ടത്. പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കൃപ എന്ന് വരണം. അപ്പോൾ കൃപ അക്കൗണ്ടിൽ എന്ത് വരും? ക്രെഡിറ്റ് സൈഡിൽ 8,000 വരും. ഇതാണ് നമ്മുടെ ആക്ച്വൽ വരേണ്ട എൻട്രി എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇതാണ് നമുക്ക് വരേണ്ടത്. പക്ഷേ ഇവർ എഴുതിയത് എങ്ങനെയാണ്? സെയിൽസ് അക്കൗണ്ടിലാണ്, സെയിൽസ് ഡേ ബുക്ക് വഴിയാണ് റൂട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രി എന്താണ്? കൃപ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ കൃപ അക്കൗണ്ടിൽ അവർ 8,000 ടു സെയിൽസ് എന്നും സെയിൽസ് അക്കൗണ്ടിൽ 8,000 ബൈ കൃപ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് റോങ് ആണ്. ഇതാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലേ? ഞാനപ്പോൾ റെഡ് കളറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇതിൽ ശരിയായിട്ട് വരേണ്ടത് ഇതാണ്. ഈ 2 എൻട്രിയാണ്. റോങ് ആയിട്ട് വന്നേക്കുന്നത് ഈ 2 എൻട്രിയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ റോങ് എൻട്രി, നമ്മൾ കൊടുക്കേണ്ട എൻട്രി നിങ്ങൾക്ക് ഇത് വെച്ച് സിമ്പിളാണ്. നമുക്ക് ആദ്യം ഈ 8,000 ക്യാൻസൽ ചെയ്യണം. സെയിൽസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന 8,000 ക്യാൻസൽ ചെയ്യണം. കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് മാച്ചായി. ഇനി നമുക്ക് വേണ്ടത് പർച്ചേസ് അക്കൗണ്ടിൽ ഇവിടെ ഒരു 8,000 വന്നിട്ടില്ല. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഒരു 8,000 വരണം. അതൊക്കെയാണ്. ഇനി കൃപ അക്കൗണ്ടിൽ ഈ ക്രെഡിറ്റ് സൈഡിൽ 8,000 വരണം. പക്ഷേ ക്രെഡിറ്റ് സൈഡിൽ 8,000 വന്നിട്ട് കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഒരു 8,000 കിടപ്പുണ്ട്, ഒരു റോങ് 8,000. അപ്പോൾ ഈ 8,000 ക്യാൻസൽ ചെയ്യുകയും വേണം, ഇവിടെ ഒരു 8,000 വരികയും വേണം. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇവിടെ 16,000 വരണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഗ്രീൻ എന്ന് പറയുന്നത് അസംഷനാണ്, വരേണ്ടത്. റെഡ് എന്ന് പറയുന്നത് ആക്ച്വലാണ്, വന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നത്. ഗ്രീൻ എന്ന് പറയുന്നത് വരേണ്ട എൻട്രിയാണ്, അത് അസംഷനാണ്, അത് അങ്ങനെ ഒരു എൻട്രി വന്നിട്ടില്ല, ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ റെഡ് കാണിച്ചേക്കുന്ന എൻട്രി ഇപ്പോൾ വന്ന് കിടക്കുന്നത്, തെറ്റായി വന്ന് കിടക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാക്കാനുള്ള എൻട്രിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഒരു 8,000 ഡെബിറ്റ് സൈഡിൽ വരണം. ഞാൻ 8,000 എഴുതി. ഇനി കൃപയിൽ ഡെബിറ്റ് സൈഡിലാണ് 8,000 കിടക്കുന്നത്, നമുക്ക് ക്രെഡിറ്റ് സൈഡിലാണ് 8,000 വരേണ്ടത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 8,000 ക്യാൻസൽ ചെയ്യാൻ ഒരു 8,000, പിന്നെ ഒരു 8,000. അങ്ങനെയാണെങ്കിൽ 16,000 രൂപ കൃപയുടെ ക്രെഡിറ്റ് സൈഡിൽ വരണം.
ഇനി അതുകൂടാതെ സെയിൽസ് അക്കൗണ്ടിൽ ഇത് 8,000 ക്യാൻസൽ ചെയ്യാൻ ഡെബിറ്റ് സൈഡിൽ ഒരു 8,000. ചുരുക്കം പറഞ്ഞാൽ ഇത് 2-sided എൻട്രി ആണ്. കാരണം എന്തുകൊണ്ടാണ്, പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 8,000 വരണം, ഇവിടെയും ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ 8 16 ഡെബിറ്റും 16 ക്രെഡിറ്റുമാണ്. ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം സെയിൽസിനെ റിവൈസ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃപ ആൻഡ് കമ്പനി. ഇവിടെ സസ്പെൻസ് വരില്ല. എന്തുകൊണ്ടാണ് ഇത് സസ്പെൻസ് വരാത്തത്? ഇത് 1-sided എറർ അല്ല, ഇത് 2-sided എററാണ്. ഇതിനകത്ത് സസ്പെൻസ് അക്കൗണ്ട് വരികയേ ഇല്ല. അപ്പോൾ സിമ്പിളായിട്ട് ജേണൽ എൻട്രി, തെറ്റായി എഴുതിയ സെയിൽസ് തിരിച്ചെഴുതണം. അപ്പോൾ എന്ത് വരും, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃപ അക്കൗണ്ട്. ഇനി ശരിയായ ഒരു പർച്ചേസ് എൻ്റർ ചെയ്ത് ചേർക്കണം. അപ്പോൾ എന്ത് വരും, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃപ അക്കൗണ്ട്. ഇതാണ്. അപ്പം നമുക്ക് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃപ അക്കൗണ്ട്. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ജേണൽ എൻട്രി ആയിട്ട് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഒന്നിച്ച് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. 6ാമത്തെ പോയിന്റ് നോക്കാം എന്താണെന്നുള്ളത്. ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം മഹി ആൻഡ് കമ്പനി 5,000 വയർ റെക്കോർഡഡ് ത്രൂ സെയിൽസ് ബുക്ക്. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ്, പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഹവർ മഹി ആൻഡ് കമ്പനി വയർ കറക്റ്റ്ലി ക്രെഡിറ്റഡ്. അതായത് ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം മഹി ആൻഡ് കമ്പനി 5,000 വയർ റെക്കോർഡഡ് ത്രൂ സെയിൽസ് ബുക്ക്. മഹി ആൻഡ് കമ്പനിയിൽ നിന്നുള്ള ക്രെഡിറ്റ് പർച്ചേസ് സെയിൽസ് ബുക്ക് വഴിയാണ് പാസ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരു തെറ്റുണ്ട്. പർച്ചേസ് ഡേ ബുക്ക് വഴി പോകേണ്ടത് സെയിൽസ് ഡേ ബുക്ക് വഴി പോയി. ഇത് തന്നെ നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത്, ഹവർ മഹി ആൻഡ് കമ്പനി വയർ കറക്റ്റ്ലി ക്രെഡിറ്റഡ്. മഹി ആൻഡ് കമ്പനിയുടെ അക്കൗണ്ട് കറക്റ്റായിട്ട് തന്നെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മഹി ആൻഡ് കമ്പനി, പർച്ചേസ് അക്കൗണ്ടിൽ ടു മഹി, മഹി അക്കൗണ്ടിൽ ബൈ പർച്ചേസ്. അപ്പോൾ മഹിയുടെ അക്കൗണ്ട് കറക്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു കേസിൽ നമുക്ക് നേരത്തെ ചെയ്ത നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടി ഇവിടെയും വന്നേക്കുന്നത് പർച്ചേസും ഉണ്ട്, സെയിൽസും ഉണ്ട്. ഇവിടെ നമ്മൾ 3 അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പർച്ചേസ് അക്കൗണ്ട്, മഹി അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. ഈ 3 അക്കൗണ്ടുകളാണല്ലോ ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കാം. ആദ്യം കറക്റ്റ് എൻട്രി എന്താണെന്ന് നോക്കാം. കറക്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മഹി, അതാണ് നമ്മുടെ ജേണൽ എൻട്രി. അപ്പം കറക്റ്റായിട്ട് എഴുതേണ്ട പർച്ചേസ് അക്കൗണ്ടിൽ 5,000 ടു മഹി, മഹി അക്കൗണ്ടിൽ 5,000 ബൈ പർച്ചേസ്. ഇതാണ് കറക്റ്റായിട്ട് വരേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെയാണ് വരേണ്ടത്. ഇനി അവരെന്താ എഴുതിയെന്ന് നമുക്ക് നോക്കാം. അവരെഴുതിയത് പർച്ചേസ് അക്കൗണ്ടിൽ എഴുതേണ്ടതിന് പകരം സെയിൽസ് അക്കൗണ്ടിൽ എഴുതി. പക്ഷേ മഹിയുടെ അക്കൗണ്ട് കറക്റ്റായിട്ട് എഴുതി എന്ന് പറയുന്നത്. അപ്പം മഹിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, അല്ലേ? മഹിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് എഴുതേണ്ടതിന് പകരം സെയിൽസ് അക്കൗണ്ടിൽ കൊണ്ട് ക്രെഡിറ്റ് എഴുതി. ചുരുക്കം പറഞ്ഞാൽ റോങ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇതാണ്. ഓക്കെ, ആക്ച്വലി വരേണ്ടത് 5,000 എന്നാണ്. പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് 5,000, മഹി അക്കൗണ്ടിൽ ക്രെഡിറ്റ് 5,000. അവരെഴുതിയത് മഹി അക്കൗണ്ടിൽ ക്രെഡിറ്റ് 5,000 എഴുതിയിട്ടുണ്ട്, പക്ഷേ സെയിൽസ് അക്കൗണ്ടിലാണ് റൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മിസ്? ഇതൊരു 1-sided എററാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അത് ട്രാൻസാക്ഷൻ ഇവിടെ മഹി അക്കൗണ്ടിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ല. നമ്മൾ കാണിച്ചേക്കുന്നതാണ്, നമുക്ക് വരേണ്ടത് 5,000 ക്രെഡിറ്റ് ആണ്, അവർ എഴുതിയത് 5,000 ക്രെഡിറ്റ് ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മഹി അക്കൗണ്ടിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. എന്നാൽ മിസ്റ്റേക്ക് ഉണ്ട്. എവിടെയാണ്? സെയിൽസ് അക്കൗണ്ടിൽ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഈ 5,000 നമുക്ക് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ഒരു ഡെബിറ്റ് 5,000 എൻ്റർ ചെയ്യുമ്പോൾ ഇത് ടാലി ആയി പോകും. കൂടാതെ പർച്ചേസ് അക്കൗണ്ടിൽ ഒരു 5,000 ഡെബിറ്റ് സൈഡിൽ വരണം. നിങ്ങൾക്ക് പിടികിട്ടിയോ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് 1-sided എററാണ്. ഇതിൻ്റെ എററുകൾ പർച്ചേസ് അക്കൗണ്ടിലും ഡെബിറ്റാണ്, സെയിൽസ് അക്കൗണ്ടിലും ഡെബിറ്റാണ്. ഇത് 1-sided എററാണ്. എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് 5,000, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. മഹി അക്കൗണ്ട് ഒന്നും ചെയ്യേണ്ട, വരേണ്ടത് 5,000, വന്നു കഴിഞ്ഞു 5,000. ഓക്കെ, എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് 5,000, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് 5,000. അപ്പം ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ബൈ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 10,000. സെപ്പറേറ്റ് എൻട്രി വേണമെങ്കിൽ എഴുതാം, ഒന്നിച്ച് വേണമെങ്കിൽ എഴുതാം. മനസ്സിലായല്ലോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ലാസ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് പോകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാലറി പെയ്ഡ് 2,000 വാസ് ഡെബിറ്റഡ് ടു എംപ്ലോയീസ് പേഴ്സണൽ അക്കൗണ്ട്. ഇതൊരു സിമ്പിൾ എററാണ്. സാലറി കൊടുക്കുമ്പോൾ നമുക്ക് ജേണൽ എൻട്രി വരേണ്ടത് എന്താണ്? സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്, അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, എംപ്ലോയിക്ക് കൊടുത്ത സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതുന്നതിന് പകരം ആ എംപ്ലോയിയുടെ പേരിലേക്ക് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തു. എംപ്ലോയി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതി. ഇപ്പോൾ രാജ് എന്ന് പറയുന്ന എംപ്ലോയി ആണെങ്കിൽ രാജ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എൻ്റർ ചെയ്തേക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല എൻ്റർ ചെയ്യേണ്ടത്. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു
ക്യാഷ് എന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ്, നിലവിൽ നമ്മൾ കൊടുത്ത പേയ്മെൻറ്റ് എംപ്ലോയിയുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, സാലറി അക്കൗണ്ട് ഡെറ്റർ, അതിന് യാതൊരു വിധ മാറ്റവും ഇല്ല. നമുക്ക് എപ്പോഴും ഡെബിറ്റ് സാലറി തന്നെ വരണം. ഇപ്പം നിലവിൽ ഡെബിറ്റ് വന്നിട്ടില്ല. ഈ നിലവിൽ വന്നിരിക്കുന്നത് എംപ്ലോയി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് വന്നിരിക്കുന്നത്. എംപ്ലോയിയെ ഡെബിറ്റ് ചെയ്ത എംപ്ലോയിയെ നമ്മളെടുത്ത് ക്രെഡിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. സാലറിയെ എന്നിട്ട് ഡെബിറ്റ് ചെയ്യണം. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി അക്കൗണ്ട് എന്ന് വരും. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു എംപ്ലോയി അക്കൗണ്ട് എന്ന് വരും. കിട്ടിയോ? കിട്ടി. അപ്പം ഇത്രയും ജേണൽ എൻട്രി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആൾസോ പ്രിപ്പയർ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയായിരിക്കും സസ്പെൻസ് അക്കൗണ്ട് വരുന്നത്? ആദ്യം നിങ്ങൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുന്നു. നമുക്ക് ട്രയൽ ബാലൻസിൻ്റെ ഡിഫറൻസ് ആണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുന്നു ഡെബിറ്റ് സൈഡിനേക്കാൾ. അപ്പം ക്രെഡിറ്റ് ആണ് കൂടുതൽ, ഡെബിറ്റിലാണ് ഷോർട്ടേജ് ഉള്ളത്. അപ്പോൾ ആ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് 10,000 നമ്മൾ ഡിഫറൻസ് എഴുതുന്നത്. അവിടെ ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് വരും. ആ ഡിഫറൻസ് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 10,000 എഴുതും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ജേണൽ എൻട്രി, ഈ 1 മുതൽ നമ്മളിവിടെ ഇത്രയും 7 വരെയുള്ള ജേണൽ എൻട്രിക്കകത്ത് ഏതൊക്കെയാണോ സസ്പെൻസുമായി ബന്ധപ്പെട്ട് സസ്പെൻസിൻ്റെ എൻട്രി വന്നേക്കുന്ന ജേണൽ എൻട്രീസ് മാത്രമാണ് നമ്മളിവിടെ സസ്പെൻസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നമുക്ക് ഓരോന്നും പോസ്റ്റ് ചെയ്യാം. ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് റിട്ടേൺ ആണ്. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? സസ്പെൻസ് അക്കൗണ്ടിൽ ടു സെയിൽസ് റിട്ടേൺ. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ടിൽ ടു സെയിൽസ് റിട്ടേൺ, ആ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്തു. അടുത്തത് രണ്ടാമത്തത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. അപ്പം സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് എൻ്റർ ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് എൻ്റർ ചെയ്യണം. മൂന്നാമത്തത് ബൈ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ സെയിൽസ് എന്ന് എൻ്റർ ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ സെയിൽസ് എന്ന് എൻ്റർ ചെയ്യണം. അടുത്ത നാലാമത്തത് ബൈ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ആണ്. അതിനകത്ത് സസ്പെൻസ് എന്ന് പറഞ്ഞൊരു എൻട്രി ഇല്ല, അതുകൊണ്ട് നമുക്ക് വേണ്ട. അഞ്ചാമത്തത് ബൈ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃപ എന്നാണ്. ഇതിൽ സസ്പെൻസിൻ്റെ എൻട്രി ഇല്ല, നമുക്ക് വേണ്ട. അടുത്തത് ബൈ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് എന്നാണ്. വൺ സൈഡഡ് എററിന് മാത്രമേ സസ്പെൻസ് അക്കൗണ്ട് വരൂ. അപ്പോൾ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് ബൈ സെയിൽസ്, സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് അക്കൗണ്ട് ബൈ സെയിൽസ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. അവസാനത്തത് സാലറി ടു എംപ്ലോയി ആണ്. അതിനകത്ത് എന്തില്ല? സസ്പെൻസ് അക്കൗണ്ട് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. 10,000 1000 11,000 ടോട്ടൽ. ഇവിടെ 5 10 600 400 എല്ലാം കൂടെ. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ടാലിയായി. ഇവിടെ നമ്മൾ എല്ലാ എറേഴ്സും കണ്ടുപിടിച്ചു, റെക്ടിഫൈ ചെയ്തു, സസ്പെൻസ് അക്കൗണ്ട് ടാലിയായി. ഈ കഴിഞ്ഞ വർഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വർഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു തരത്തിലും ഈ എറേഴ്സുകൾ ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട സാഹചര്യമില്ല. ഓക്കെ ആയി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ എങ്ങനെ പാസ് ചെയ്യാമെന്നും അതുവഴി സസ്പെൻസ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും നിങ്ങൾക്ക് മനസ്സിലായി. അതെങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നു. 5ാമത്തെ പ്രോബ്ലമാണ്. ട്രയൽ ബാലൻസ് ഓഫ് രതീഷ് ഡിഡ് നോട്ട് എഗ്രി. രതീഷ് പുട്ട് ദ ഡിഫറൻസ് ടു സസ്പെൻസ് അക്കൗണ്ട്. സബ്സിക്വൻ്റ്ലി ഹി ലൊക്കേറ്റഡ് ദ ഫോളോയിങ് എറേഴ്സ്. അപ്പം ട്രയൽ ബാലൻസ് ടാലി ആയില്ല എന്നും അത് എത്ര രൂപയാണെന്ന് പറയുന്നില്ല. ആ ഡിഫറൻസ് എല്ലാം കൂടെ സസ്പെൻസിൽ ഇട്ടുവെന്നും അത് പിന്നീട് എറേഴ്സ് എല്ലാം പിന്നീട് കണ്ടുപിടിച്ചു എന്നുമാണ്. നമുക്ക് നോക്കാം ഓരോന്നും. വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് മിഷനറി 600 വാസ് പോസ്റ്റഡ് ടു വേജസ് അക്കൗണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിഷനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി കൊടുത്ത വേജസ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് എറർ? മിഷനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയാകുന്ന എല്ലാ എക്സ്പെൻസുകളും മിഷനറി അക്കൗണ്ടിലാണ് വരേണ്ടത്. അപ്പോൾ മിഷനറി അക്കൗണ്ടിൽ വരേണ്ടത് വേജസ് അക്കൗണ്ടിലേക്ക് വന്നു എന്നതാണ് പ്രശ്നം. എവിടെയാണോ മിഷനറി അക്കൗണ്ടിൽ വരേണ്ടത് വേജസ് അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ യഥാർത്ഥ ജേണൽ എൻട്രി എന്താണ്? മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇപ്പോൾ അവർ എഴുതിയ ജേണൽ എൻട്രി എന്താണ്? വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇവിടെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? സിമ്പിളായിട്ട് പറയാമോ? മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു വേജസ്. കാരണം മിഷനറിയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. പക്ഷെ നേരത്തെ ആ സ്ഥാനത്ത് വേജസിനെയാണ് ഡെബിറ്റ് ചെയ്തത്, അതുകൊണ്ട് വേജസിനെ എടുത്ത് ക്രെഡിറ്റ് ചെയ്യുക. ആൻസറായി. അപ്പോൾ മിഷനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് വേജസിനെ ക്രെഡിറ്റ് ചെയ്യുക. ആൻസറായി. മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു വേജസ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റിപ്പയർ ടു മിഷനറി 400 ഡെബിറ്റഡ് ടു മിഷനറി അക്കൗണ്ട്. റിപ്പയർ ടു മിഷനറി 400 ഡെബിറ്റഡ് ടു മിഷനറി അക്കൗണ്ട്. അതായത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അതെപ്പോഴും റവന്യൂ നേച്ചറാണ്, എക്സ്പെൻസ് ആണ്. ഒരിക്കലും മിഷനറിയുടെ വാല്യൂവിനെ കൂട്ടുന്നതല്ല, അല്ലേ? മിഷനറിയുടെ കപ്പാസിറ്റിയെ കൂട്ടുന്നതല്ല.
അങ്ങനെയാണെങ്കിൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അങ്ങനെ തന്നെ എക്സ്പെൻസ് ആയിട്ട് വരേണ്ടതാണ്. അതിപ്പം അവരെവിടെയാണ് എഴുതിയിരിക്കുന്നത്? മിഷനറി അക്കൗണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ ജേണൽ എൻട്രി റിപ്പയർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് ആക്ച്വൽ ജേണൽ. റിപ്പയറിനെ ആയിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഡെബിറ്റ് ചെയ്തത് മിഷനറിയാണ്. എന്ത് ചെയ്യണം? ആ മിഷനറിയെ ക്രെഡിറ്റ് ചെയ്യണം. നമ്മുടെ ഒറിജിനൽ റിപ്പയറിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് മിഷനറിയെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ റിപ്പയർ അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി അക്കൗണ്ട്, റിപ്പയർ അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി അക്കൗണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. ദെൻ മൂന്നാമത്തത് റിപ്പയർ പെയ്ഡ് ഫോർ ദി ഓവർഹോളിംഗ് ഓഫ് സെക്കൻഡ് ഹാൻഡ് മിഷനറി പർച്ചേസ്ഡ് ₹1000 വാസ് ഡെബിറ്റഡ് ടു റിപ്പയർ അക്കൗണ്ട്. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് മിഷനറി വാങ്ങിയിട്ട് അതിനെ ടോട്ടലി ഒന്ന് മോഡിഫൈ ചെയ്ത് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു റിപ്പയർ ആണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് ആ മിഷനറി അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന റിപ്പയറുകളെയാണ് മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന റിപ്പയറുകൾ എപ്പോഴും റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിലാണ് പോകുന്നത്. എന്നാൽ മിഷനറിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, ലൈഫ് ഇൻക്രീസ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ആ റിപ്പയർ എന്ന് പറയുന്നത് മിഷനറി അക്കൗണ്ടിലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ മിഷനറി അക്കൗണ്ടിൽ വരേണ്ട 1000 റിപ്പയർ അക്കൗണ്ടിൽ പോയി. ആക്ച്വൽ ജേണൽ എൻട്രി വരേണ്ടത് മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. പക്ഷെ റോങ് ആയിട്ട് വന്നത് റിപ്പയർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. മിഷനറിയെ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം റിപ്പയറിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? മിഷനറിയെ തന്നെ ഡെബിറ്റ് ചെയ്തിട്ട് റിപ്പയറിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു റിപ്പയർ, മിഷനറി അക്കൗണ്ട് ഡെറ്റർ ടു റിപ്പയർ എന്ന ആൻസർ വരും. 1000 ഡെബിറ്റ് 1000 ക്രെഡിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഓൺ ബിസിനസ് മെറ്റീരിയൽ 8000 ആൻഡ് വേജസ് 2000 വെയർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, നോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വാസ് മെയ്ഡ് ഇൻ ദി ബുക്സ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ നിന്നും 8000 രൂപയുടെ മെറ്റീരിയൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ബിൽഡിംഗ് പണിഞ്ഞു. 2000 രൂപ വേജസ്, ഇവിടുത്തെ ജോലിക്കാരെ കൊണ്ട് വേജസ് കൊടുത്ത് ബിൽഡിങ്ങിന് വേണ്ടി പണിയെടുപ്പിച്ചു. അങ്ങനെ ഇതെന്നിട്ട് നമ്മൾ മെറ്റീരിയൽ വാങ്ങി വെച്ചത് പർച്ചേസിൽ കിടക്കുന്ന മെറ്റീരിയലാണ്, അല്ലെങ്കിൽ നമ്മുടെ വേജസിൽ ഡെബിറ്റ് ചെയ്ത വേജസ് ആണ്, എംപ്ലോയീസ് വർക്ക് ചെയ്തതാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ബിൽഡിങ്ങിലാണ് വരേണ്ടത്. ബിൽഡിങ്ങിൽ ഡെബിറ്റ് വരണം, ബിൽഡിംഗ് ആയിട്ടാണ് ഡെബിറ്റ് വരേണ്ടത്. പക്ഷേ വന്നേക്കുന്നത് എവിടെയാണ്? പർച്ചേസിലും വേജസിലുമാണ് ഡെബിറ്റ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് റെക്ടിഫൈ ചെയ്യാം. ബിൽഡിങ്ങിനെ ഡെബിറ്റ് ചെയ്തിട്ട് പർച്ചേസിനെയും വേജസിനെയും ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി എന്ത് വരും? ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു പർച്ചേസ് അക്കൗണ്ട് 8,000 ടു വേജസ് അക്കൗണ്ട് 2,000. നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനെയാണോ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, എവിടെയാണോ തെറ്റായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ആൻസർ സിമ്പിളായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ₹5,000 വാസ് പോസ്റ്റഡ് ടു ദ പർച്ചേസ് അക്കൗണ്ട് 500. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളത്, ഇതിനകത്തൊരു വൺ സൈഡഡ് എററും വരുന്നുണ്ട് അല്ലേ? ഒരു വൺ സൈഡഡ് എററും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഫർണിച്ചർ വാങ്ങുമ്പോൾ നമുക്ക് വരേണ്ട എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 5000, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 5000 ടു ക്യാഷ് എന്നോ മറ്റോ ആണ് വരേണ്ടത്. പക്ഷേ ഇവരത് എവിടെയാണ് കൊണ്ട് എഴുതിയിരിക്കുന്നത്? പർച്ചേസ് അക്കൗണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഫർണിച്ചർ അക്കൗണ്ടിൽ എത്ര വരണം? 5000 വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ജേണൽ എൻട്രിയുടെ ഡെബിറ്റ് നമുക്ക് കൊടുക്കാം, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഫർണിച്ചർ അക്കൗണ്ടിൽ നമുക്ക് 5000 വരണം. ഇനി 2 നമുക്കൊരു ക്രെഡിറ്റ് കൊടുക്കാം. കാരണം റോങ് ആയിട്ട് ഡെബിറ്റ് ചെയ്തത് എവിടെയാണ്? പർച്ചേസ് അക്കൗണ്ടിലാണ്. റോങ് ആയിട്ട് ഡെബിറ്റ് ചെയ്തത് എവിടെയാണ്? പർച്ചേസ് അക്കൗണ്ടിൽ. അത് 500 രൂപയല്ലേ പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ 500 രൂപ പർച്ചേസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. 500 രൂപ പർച്ചേസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ 5000 ടു പർച്ചേസ് അക്കൗണ്ട് 500 കഴിഞ്ഞു. ഇനി ബാക്കി 4500 എന്ന് പറയുന്നത് വൺ സൈഡഡ് എററാണ്. 4500 എന്താണ്? വൺ സൈഡഡ് എററാണ്. കാരണം ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആയത് 500 രൂപയേ ഉള്ളൂ. പർച്ചേസിൽ എഴുതിയത്, ഫർണിച്ചറിൽ എഴുതേണ്ടത് പർച്ചേസിൽ എഴുതിയത് വെറും 500 രൂപയേ ഉള്ളൂ. 4500 രൂപ എങ്ങും എഴുതിയില്ല. അപ്പോൾ അത് വൺ സൈഡഡ് എററാണ്. അപ്പോൾ എഴുതി ചേർക്കുമ്പോൾ അത് സസ്പെൻസ് വരും. ഞാൻ ഓൾറെഡി നേരത്തെയൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് അക്കൗണ്ട് മനസ്സിൽ വിചാരിച്ച് വേണമെങ്കിൽ ചെയ്യാം. ഫർണിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പർച്ചേസ് അക്കൗണ്ടിലല്ലേ 500 രൂപ എഴുതിയിരിക്കുന്നത്, അത് പർച്ചേസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക ബൈ ഫർണിച്ചർ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിൽ ടു പർച്ചേസ് എന്ന് പറഞ്ഞാൽ 500 രൂപയെ വരത്തുള്ളൂ. എന്നാൽ ഇനി 4500 വരണ്ടേ? അപ്പം ഫർണിച്ചർ അക്കൗണ്ടിൽ നമ്മൾ വീണ്ടും എന്ത് എഴുതി കൊടുക്കും? ടു സസ്പെൻസ് എന്ന് പറഞ്ഞ് 4500 എഴുതി കൊടുക്കും. ഓക്കെ.
അപ്പം ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് 4500 4500, ഫർണിച്ചർ അക്കൗണ്ട് ടു പർച്ചേസ് 500 ഡെബിറ്റ് 500 ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നു. ഓൾഡ് മിഷനറി സോൾഡ് ടു റഹീം അറ്റ് ഇറ്റ്സ് ബുക്ക് വാല്യൂ ₹2000 വാസ് റെക്കോർഡഡ് ടു സെയിൽസ് ബുക്ക്. അതായത് മിഷനറി വിൽക്കുമ്പോൾ ജേണൽ എൻട്രി റഹീം അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്നാണ്. റഹീം അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്നാണ്. പക്ഷെ അവർ എഴുതിയത് റഹീം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ്. റഹീം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് അവർ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ മിഷനറിക്കാണ് ക്രെഡിറ്റ് വരേണ്ടത്. വന്നേക്കുന്നത് ആർക്കാണ്? സെയിൽസിനാണ് ക്രെഡിറ്റ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ സെയിൽസിനെ അങ്ങ് ഡെബിറ്റ് ചെയ്യുക, മിഷനറിയെ ക്രെഡിറ്റ് ചെയ്യുക. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്ന് വരും. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്ന് വരും. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്ന് വരും. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? ഓക്കെ. ദെൻ ലാസ്റ്റ് ഐറ്റം, ടോട്ടൽ ഓഫ് സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് 3000 വാസ് നോട്ട് പോസ്റ്റഡ് ടു ലെഡ്ജർ. അതായത് സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൻ്റെ ടോട്ടലായ 3000 ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തില്ല. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തില്ല. വൺ സൈഡഡ് എറർ ആണ്. ഒരിടത്തേ മിസ്റ്റേക്ക് ഉള്ളൂ. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ മാത്രമേ മിസ്റ്റേക്ക് ഉള്ളൂ. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. കാരണം സെയിൽസിന് ക്രെഡിറ്റ് ആണ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ്. ഡെബിറ്റ് സൈഡിൽ 3000, സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 3000. 2 എന്ന് പറയുന്നിടത്ത് എന്തെഴുതും? സസ്പെൻസ് എന്ന് എഴുതും. അപ്പം സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. ഓക്കെ, ഈ പ്രോബ്ലം നമ്മൾ കവർ ചെയ്തു. ഇനി ഇതിൻ്റെ എന്ത് പ്രിപ്പയർ ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇതിനകത്ത് നമുക്ക് നോക്കാം, സസ്പെൻസ് വരുന്നത് വൺ സൈഡഡ് എററേ ഉള്ളൂ. എത്ര വൺ സൈഡഡ് എറർ ഉണ്ട് നോക്കാം. ഒന്നാമത്തതിനകത്തില്ല. മിഷനറിയും വേജസുമാണ്. റിപ്പയറും മിഷനറിയാണ്. മിഷനറി റിപ്പയർ ആണ്. ഫർണിച്ചറും പർച്ചേസും സസ്പെൻസും. അപ്പോൾ അഞ്ചാമത്തത് ആദ്യം സസ്പെൻസ് അക്കൗണ്ടിൽ വരും. അതിൽ ഒരു എൻട്രിയെ വരത്തുള്ളൂ. ഏതാ? അതുകൊണ്ട് കോമ്പൗണ്ട് എൻട്രിയിൽ 4500 എഫക്റ്റ് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു. നമ്മൾ ഹെഡിങ് എല്ലാം കൊടുത്തു. അതിനുശേഷം നമുക്ക് നോക്കാം ആ 4500ൻ്റെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള എൻട്രി. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 4500 ഡെബിറ്റ് 4500 ക്രെഡിറ്റ്. എങ്ങനെയാണ്? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് അക്കൗണ്ട് 4500 ഡെബിറ്റ് 4500 ക്രെഡിറ്റ്. അങ്ങനെയാണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ടിൽ ടു സസ്പെൻസ്, സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ. അങ്ങനെയാണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ 4500. ഓക്കെ ആണല്ലോ? ഇനി ഒരു എൻട്രിയും കൂടെ ഉള്ളൂ സസ്പെൻസ് വന്നത്, അവസാനത്താണ് അല്ലേ? ബൈ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ടു സസ്പെൻസ് അക്കൗണ്ട്. സെയിൽസ് റിട്ടേണിൽ ടു സസ്പെൻസ് എന്ന് എഴുതും. അപ്പോൾ സസ്പെൻസിലോ ബൈ സെയിൽസ് റിട്ടേൺ. ബൈ സെയിൽസ് റിട്ടേൺ. ഇതോടുകൂടി നമ്മൾ ഇത്രയും റെക്ടിഫൈ ചെയ്തതിനകത്ത് 2 റെക്ടിഫിക്കേഷൻ എൻട്രി മാത്രമേ ഉള്ളൂ സസ്പെൻസുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. ആ 2 എൻ്റർ ചെയ്യുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റിനകത്ത് എത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നില്ല. ഡിഡ് നോട്ട് എഗ്രീന്നേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം ഈ 2 എൻട്രിയുടെ ടോട്ടൽ ഇവിടെ എടുക്കുന്നു, അതിനുശേഷം ഈ ടോട്ടൽ ഇവിടെ എടുക്കുന്നു, എന്നിട്ട് ആ ഡിഫറൻസിനെ നമ്മൾ ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. അപ്പോൾ 7500 രൂപ ആയിരിക്കണം ട്രയൽ ബാലൻസിൽ വ്യത്യാസം ഉള്ളത് എന്ന് അസ്യൂം ചെയ്യാനേ നമുക്കിവിടെ കഴിയത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അപ്പോൾ ഈ പ്രോബ്ലവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പ്രോബ്ലത്തിലും കൂടെ വീണ്ടും പോവുകയാണ്. നമുക്കൊരു 2 പ്രോബ്ലം കൂടെ ചെയ്യാനുണ്ട്. ഒരു പ്രോബ്ലമേ ഉള്ളൂ ചെയ്യാൻ. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ 7ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 6ാമത്തെ പ്രോബ്ലം ഒന്ന് ചെക്ക് ചെയ്യാം. എന്താണ് 6ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്? ദ ട്രയൽ ബാലൻസ് ഓഫ് വരുൺ ഡിഡ് നോട്ട് എഗ്രി. ഹി പുട്ട് ദ റിഫറൻസ് ടു സസ്പെൻസ് അക്കൗണ്ട്. അത് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റി. ആൻഡ് ഡിസ്കവേർഡ് ദ ഫോളോയിങ് എറേഴ്സ്. താഴെ പറയുന്ന എററുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിലൊന്ന്, ക്രെഡിറ്റ് സെയിൽസ് ടു ബാലു 16,000 were recorded in the purchase book as 10,000 and posted to the debit of ബാലു 1000. നിങ്ങൾക്കിത് പക്ക കൺഫ്യൂഷൻ വരും അല്ലേ? ഒരുപാട് 3 തരത്തിലുള്ള ഡിഫറൻസ് 4 അക്കൗണ്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാർഗ്ഗം ഇതുപോലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ചുമ്മാ പേനയും പേപ്പർ റഫ് പേപ്പർ എടുത്തിട്ട് ഒരു T ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് പറയുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും, ഒരിക്കലും തെറ്റില്ല. ആദ്യം ചെയ്യേണ്ടത് ക്രെഡിറ്റ് സെയിൽസ് ടു ബാലു 16,000. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ടു ബാലു 16,000 അതാണ് നിങ്ങളുടെ കറക്റ്റ് എൻട്രി. അത് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത്? ബാലു അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അതല്ലേ വരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ബാലുവിൻ്റെ അക്കൗണ്ട് വരണം. രണ്ടാമത് നമുക്ക്
സെയിൽസിൻ്റെ അക്കൗണ്ട് വരണം. മൂന്നാമത് നിങ്ങൾക്ക് പർച്ചേസിൻ്റെ അക്കൗണ്ട് വരണം. ഓക്കെ, അപ്പോൾ 3 അക്കൗണ്ടുകളാണ് ഇവിടെ നമുക്ക് വരേണ്ടത്. നമ്മൾ ആദ്യം എഴുതുന്നത് ബാലു അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ബാലു അക്കൗണ്ടിൽ ടു സെയിൽസ് എന്ന് പറഞ്ഞ് 16,000 വരണം. സെയിൽസ് അക്കൗണ്ടിൽ ബൈ 16,000 വരണം. ഇതാണ് നമ്മുടെ കറക്റ്റ് ജേണൽ എൻട്രി. ഞാനിത് ബ്ലോക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ഞാനൊരു എൻട്രി പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കറക്റ്റ് എൻട്രി നിങ്ങൾ ഒരു റഫ് വരച്ചിട്ട് ബ്ലോക്ക് ചെയ്തിടുക. വരേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നമുക്ക് തെറ്റ് എഴുതാം. അവരെന്താണ് ചെയ്തു വെച്ചത് നമുക്ക് നോക്കാം. വെയർ റെക്കോർഡഡ് ഇൻ പർച്ചേസ് ബുക്ക് ആസ് 10,000. പർച്ചേസ് ബുക്കിൽ എപ്പോഴും ഡെബിറ്റിലാണ് എൻട്രി വരുന്നത് അല്ലേ? പർച്ചേസ് ബുക്കിൽ 10,000. ഇതാണ് ഒരു തെറ്റ്. ഡെബിറ്റ് സൈഡിൽ 10,000 റോങ് ആയിട്ട് എൻ്റർ ചെയ്തു. കൂടാതെ പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് ഓഫ് ബാലു 1,000. ബാലുവിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 1000 എഴുതി. ഓക്കെ, ഇതാണ് അവർ എൻ്റർ ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ഇൻഫർമേഷൻ. ഒറിജിനൽ ട്രാൻസാക്ഷൻ പ്രകാരം നമുക്ക് വരേണ്ടത് ബാലുവിൻ്റെ അക്കൗണ്ടിൽ ടു 16,000, സെയിൽസ് അക്കൗണ്ടിൽ ബൈ 16,000. അവരെഴുതിയത് പർച്ചേസ് അക്കൗണ്ടിൽ ടു 10,000, ബാലു അക്കൗണ്ടിൽ ടു 1000. ഇവിടെ ബാലുവിൻ്റെ അക്കൗണ്ടിൽ ഇനി എത്രയാണ് വരേണ്ടത് നമ്മുടെ കണക്ക്. നമ്മൾ ഇനി റെക്ടിഫൈ ചെയ്യാനുള്ള എൻട്രിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, റെക്ടിഫൈ ചെയ്യുന്ന എൻട്രി എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബാലുവിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ഇവിടെ ഒരു 15,000 രൂപയും കൂടെ വരണം. ഓക്കെ, കാരണം 16,000-ൽ 1000 വന്നു, ബാക്കി ഇനി 15 വരണം. പർച്ചേസ് അക്കൗണ്ടിൽ ഈ 10,000 മൈനസ് ചെയ്ത് കളയണം. അങ്ങനെ ഒരു എൻട്രി ഇല്ല, തെറ്റാണ്. സെയിൽസ് അക്കൗണ്ടിൽ ഇവിടെ ഒരു 16,000 വരണം. മനസ്സിലായോ? ഇതാണ് നിങ്ങളുടെ കറക്റ്റ് എൻട്രി. സിമ്പിളായിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് എഴുതുന്നു. ഇനി റോങ് ആയിട്ട് അവർ ചെയ്തു വെച്ചത് ആദ്യം എഴുതുന്നു, അതും എഴുതുന്നു. അതിനുശേഷം ഇതിനെ കറക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ എല്ലാം സസ്പെൻസ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡെബിറ്റിൻ്റെ എല്ലാം എൻട്രി സെപ്പറേറ്റ് എഴുതാം, ക്രെഡിറ്റിൻ്റെ എൻട്രി സെപ്പറേറ്റ് എഴുതാം. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് എളുപ്പം. നമുക്ക് നോക്കാം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാലുവിൻ്റെ അക്കൗണ്ടിൽ ഒരു 15,000 എഴുതണം. പിന്നെ നമുക്ക് വേറെ ഡെബിറ്റ് ഒന്നും തന്നെ ഇല്ല. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് അക്കൗണ്ടിൽ ഒരു 16,000 എഴുതണം, പർച്ചേസ് അക്കൗണ്ടിൽ ഒരു 10,000 രൂപ എഴുതണം. ഇത്രയുമാണ് നമുക്ക് ട്രാൻസാക്ഷൻ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടായിട്ട് നിങ്ങൾ കോമ്പൗണ്ട് ജേണൽ എഴുതി കൺഫ്യൂഷൻ ആകണ്ട. നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിലും ഈ ട്രാൻസാക്ഷൻ എഴുതാം. നമുക്ക് ആദ്യം വേണമെങ്കിൽ ക്രെഡിറ്റ് എൻട്രി തന്നെ എഴുതാം. ക്രെഡിറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ സെയിൽസ് അക്കൗണ്ടിൽ ഇവിടെ ബൈ സസ്പെൻസ് എന്ന് പറഞ്ഞ് 16,000, പർച്ചേസ് അക്കൗണ്ടിൽ ബൈ സസ്പെൻസ് എന്ന് പറഞ്ഞ് 16,000. അപ്പോൾ എൻട്രി എന്ത് വരും? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 16,000 ടു പർച്ചേസ് 16,000. അതുകൊണ്ട് ഇതാണ് ആ എൻട്രി. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 16,000, പർച്ചേസ് 16,000, രണ്ടും കൂടെ ചേർത്ത് 26,000. ഇനി ബാലുവിൻ്റെ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബാലു അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് 15,000. ബാലു അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ് 15,000. ഓക്കെ, ആൻസർ കഴിഞ്ഞില്ലേ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും റെക്ടിഫൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ്. കോമ്പൗണ്ട് ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15,000 കണ്ടോ, ഈ 15,000 നിങ്ങൾക്ക് ഇവിടേക്ക് പാസ് ചെയ്യാം. ഈ 15,000 ഇവിടേക്ക് പാസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു 15,000-ന് ഈക്വൽ ആയിട്ടുള്ളൊരു സെയിൽസിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എൻട്രി പാസ് ചെയ്യാം. ബാലു അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 15,000. ബാലു അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 15,000 ഡെബിറ്റ്, 15,000 ക്രെഡിറ്റ്. അങ്ങനെ ഒരു എൻട്രി നിങ്ങൾക്ക് എഴുതി മാറ്റാം. അതിനുശേഷം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു 1000-ഉം ഇവിടെ ഒരു 10,000 അല്ലേ വരത്തുള്ളൂ. അതിനെ മാത്രം വെച്ച് നിങ്ങൾക്ക് സസ്പെൻസ് എഴുതാം. അതെന്താണ്? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 11,000 ടു സെയിൽസ് 1000 ടു പർച്ചേസ് 10,000. അങ്ങനെയും നിങ്ങൾക്ക് ജേണൽ എൻട്രി പാസ് ചെയ്യാം. ആൻസർ ഏകദേശം സെയിം ആണ് വരുന്നത്. എന്തായാലും കൺക്ലൂഷൻ താണ്ട് ഇതാണ്. ഇങ്ങനെ തന്നെ വരണം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. കൂടുതൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിപ്ലൈ തരാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഫർണിച്ചർ പർച്ചേസ് ഫ്രോം നവാസ് 6,000 വാസ് റെക്കോർഡഡ് ത്രൂ പർച്ചേസ് ബുക്ക് ആസ് 5,000 ആൻഡ് പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് ഓഫ് നവാസ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ട്. ആക്ച്വലി 6,000 ഫർണിച്ചർ പർച്ചേസ് ആണ്. അത് പർച്ചേസ് ഡേ ബുക്കിൽ 5,000 എൻ്റർ ചെയ്തു. എന്നിട്ട് നവാസ് അക്കൗണ്ടിൽ കൊണ്ടുപോയി 2,000 എൻ്റർ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഒരു ഫർണിച്ചർ അക്കൗണ്ട്, ഒരു നവാസ് അക്കൗണ്ട്, ഒരു പർച്ചേസ് അക്കൗണ്ട് സിമ്പിളായിട്ട് ഒരു ടി ഷേപ്പിൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ കറക്റ്റ് എൻട്രി എന്താണെന്ന് നോക്കാം.
ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു നവാസ്, അതല്ലേ കറക്റ്റ് ജേണൽ എൻട്രി, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു നവാസ്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു നവാസ് എന്ന് പറഞ്ഞ 6000 നവാസ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ എന്ന് 6000. ഇതാണ് നമുക്ക് ആക്ച്വലി വരേണ്ട എൻട്രി. അത് ഞാനൊന്ന് ഗ്രീൻ മാർക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി തെറ്റായിട്ട് എഴുതിയത് അവരെന്താണ് തെറ്റ് എഴുതി വെച്ചിരിക്കുന്നത്? പർച്ചേസ് അക്കൗണ്ടിലാണ് 5000 എഴുതിയത്. പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്, അവിടെ കൊണ്ട് 5000 എഴുതി. അതുപോലെ നവാസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് 2000 എഴുതിയത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്, തെറ്റായിട്ട് റോങ് എൻട്രിയാണ് പാസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ എഴുതിയത് ഇങ്ങനെയാണ്. അപ്പോൾ വരേണ്ടത് ഇവിടെ 6000 ഇവിടെ 6000, പക്ഷെ വന്നത് ഇവിടെ 2000 ഇവിടെ 5000. ഇനി നമുക്ക് വേണ്ടത് ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ഫർണിച്ചർ അക്കൗണ്ടിൽ 6000 വരണമെന്നാണ് നമ്മളുടെ കണ്ടെത്തൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 6000 വരണം. നവാസ് അക്കൗണ്ടിൽ ഇവിടെ 6000 വന്നിട്ട് കാര്യമില്ല, കാരണം ഡെബിറ്റ് സൈഡിൽ ഒരു റോങ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ 2000 കിടപ്പുണ്ടെങ്കിൽ ഇവിടെ ഒരു 8000 വരണം, എങ്കിലല്ലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഇത് ബ്ലോക്ക് ചെയ്താണ്, ആ എമൗണ്ട് നിങ്ങൾ കാൽക്കുലേഷൻ എടുക്കരുത്. ഈ 8000-ഉം ഈ 2000 മൈനസ് ആകുമ്പോൾ എത്ര വരും? 6000 രൂപ ക്രെഡിറ്റ് വരും. പർച്ചേസ് അക്കൗണ്ടിൽ ഇത് ക്യാൻസലായി പോകണം, അപ്പോൾ 5000 ക്രെഡിറ്റ് വരണം. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജേണൽ എൻട്രി ഫർണിച്ചർ അക്കൗണ്ടിൽ ഒരു 6000 ഡെബിറ്റ്, നവാസ് അക്കൗണ്ടിൽ ഒരു 8000 ക്രെഡിറ്റ്, പർച്ചേസ് അക്കൗണ്ടിൽ ഒരു 5000 ക്രെഡിറ്റ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 സൈഡ് പോലെ ഒന്നും മാച്ച് ആവുന്നില്ല അല്ലേ? ഇവിടെ 5ഉം 8ഉം 13000 രൂപ ക്രെഡിറ്റും 6000 രൂപയുള്ളൂ ഡെബിറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 2000 എഴുതുന്നതാണ് എളുപ്പം. എന്താണെന്ന് വെച്ചാൽ ഫർണിച്ചർ അക്കൗണ്ടിൽ ടു സസ്പെൻസ് 6000. ഓക്കെ, നമുക്ക് എഴുതാം ഫർണിച്ചർ അക്കൗണ്ടിൽ ടു സസ്പെൻസ് 6000 എഴുതുക. അതിനുശേഷം നവാസ് അക്കൗണ്ടിൽ ബൈ സസ്പെൻസ് 8000, പർച്ചേസ് അക്കൗണ്ടിൽ ബൈ സസ്പെൻസ് 5000. അങ്ങനെ വരുമ്പം സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 13000, സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 13000 ടു പർച്ചേസ് അക്കൗണ്ട് ടു നവാസ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാം, എളുപ്പം ആൻസർ കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ എളുപ്പം ഈ ഒരു മാർഗ്ഗം ഫോളോ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എളുപ്പം ആൻസർ കണ്ടെത്താൻ പറ്റും. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അടുത്ത ഒരു കേസ് നമുക്ക് നോക്കാം. ഗുഡ്സ് റിട്ടേൺഡ് ടു ബൈജു 3000 റെക്കോർഡഡ് ത്രൂ സെയിൽസ് ബുക്ക് ആസ് 1000. അതായത് ഗുഡ്സ് റിട്ടേൺഡ് എന്ന് പറയുമ്പോൾ പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ സെയിൽസ് ബുക്കിൽ എൻ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. പർച്ചേസ് റിട്ടേൺ എവിടെ എൻ്റർ ചെയ്തു എന്നാണ് പറയുന്നത്? സെയിൽസ് ബുക്കിൽ. നമുക്ക് ഇതും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം, എളുപ്പമാർഗ്ഗം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ നമുക്ക് പർച്ചേസ് റിട്ടേൺ ഉണ്ട്, സെയിൽസ് ഉണ്ട്, പിന്നെ ആൾ ബൈജു ആണ്, BAIJ. 3 അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തു. പർച്ചേസ് റിട്ടേൺ, ഗുഡ്സ് റിട്ടേൺ ടു ബൈജു. അപ്പോൾ നമ്മുടെ ആക്ച്വൽ എൻട്രി എന്താണെന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പർച്ചേസ് റിട്ടേൺ ബൈജുവിനാണ് കൊടുത്തത്. അപ്പോൾ പർച്ചേസിൻ്റെ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ബൈജു എന്നാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും? ബൈജു അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. അപ്പം ബൈജു അക്കൗണ്ടിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ് 3000 വരണം, പർച്ചേസ് റിട്ടേണിൽ ബൈ ബൈജു എന്ന് പറഞ്ഞ് 3000 വരണം. ഇതാണ് നമ്മുടെ കറക്റ്റ് എൻട്രി. ഓക്കെ, ഈ കറക്റ്റ് എൻട്രി ഞാൻ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ റോങ് എൻട്രി, അവരെന്താണ് അത് എൻട്രി ചെയ്തേക്കുന്നത്? സെയിൽസ് ബുക്കിൽ കൊണ്ടുപോയി 1000 എഴുതി എന്നാണ്, ത്രൂ സെയിൽസ് ബുക്ക് എന്നാണ്. അപ്പോൾ സെയിൽസ് ബുക്ക് വഴി പാസ് ചെയ്തു എന്ന് പറയുമ്പം സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം സെയിൽസിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 1000ഉം, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽസ് ബുക്ക് വഴി പാസ് ചെയ്യുമ്പോൾ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ തന്നെ വരും. എത്ര വരും? 1000 വരും. 1000 അല്ലേ അവർ പാസ് ചെയ്തേക്കുന്നത്? 1000. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം കറക്റ്റ് വരേണ്ടത് പർച്ചേസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 3000, ബൈജു അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 3000. പക്ഷേ ഇവർ പാസ് ചെയ്തേക്കുന്നത് റോങ് ആയിട്ട് പാസ് ചെയ്തേക്കുന്നത് സെയിൽസ് അക്കൗണ്ടിൽ 1000, ബൈജുവിൻ്റെ അക്കൗണ്ടിൽ 1000. ഇനി നമുക്ക് ബൈജുവിൻ്റെ അക്കൗണ്ടിൽ ഒരു 2000 രൂപയും കൂടെ വന്നാൽ 3000 ആവും അല്ലേ? ഇതാണ് നമ്മുടെ കറക്റ്റ് ചെയ്യേണ്ട എൻട്രി. ബൈജുവിൻ്റെ അക്കൗണ്ടിൽ 3000 വരണം, 1000 വന്നിട്ടുണ്ട്, ബാക്കി 2000 കൂടെ വരണം. ഇത് നമ്മൾ ഇടേണ്ട എൻട്രിയാണ്. ഇനി സെയിൽസ് അക്കൗണ്ടിൽ അങ്ങനെ ഒരു എൻട്രി വേണ്ട, അത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു 1000 എൻട്രി ചെയ്യണം. പർച്ചേസ് അക്കൗണ്ടിൽ ഇവിടെ ഒരു 3000 എൻട്രി ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മൾ എൻട്രി ചെയ്യേണ്ടത് എവിടേക്കാണ്? പർച്ചേസ് അക്കൗണ്ടിൽ 3000 കൊടുക്കണം, സെയിൽസ് അക്കൗണ്ടിൽ 1000 ഡെബിറ്റ് കൊടുക്കണം, ബൈജു അക്കൗണ്ടിൽ 2000 ഡെബിറ്റ് കൊടുക്കണം. ഇത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാം. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ 3000 ക്രെഡിറ്റും, സെയിൽസിൽ 1000ഉം, ബൈജുവിൽ 2000ഉം. അപ്പോൾ ഏകദേശം ഇത് മാച്ച് ആവുന്നുണ്ടല്ലേ? ക്രെഡിറ്റും ഡെബിറ്റും മാച്ച് ആവുന്നുണ്ട്, ക്രെഡിറ്റും ഡെബിറ്റും മാച്ച് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ജേണൽ എൻട്രി ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ഇവിടെ 2 സൈഡഡ് എററാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ജേണൽ എൻട്രി നമുക്ക് പാസ് ചെയ്യാൻ കഴിയുന്നത്? പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൽ ബൈ സസ്പെൻസ് എന്ന് എഴുതിയാൽ നമുക്ക് ആൻസർ കിട്ടും. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ, 3000 ഡെബിറ്റ് 3000 ക്രെഡിറ്റ്. ആ എൻട്രി നമുക്കൊന്ന് എൻട്രി ചെയ്യാം.
ഇതാണ് സസ്പെൻസ് അക്കൗണ്ടിൽ പർച്ചേസ് റിട്ടേൺ, അങ്ങനെ എൻ്റർ ചെയ്യാം. ഇനി അടുത്തത് സെയിൽസ് അക്കൗണ്ടിൽ ടു സസ്പെൻസ് എഴുതാം, ബൈജു അക്കൗണ്ടിൽ ടു സസ്പെൻസ് എഴുതാം. അപ്പം സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ, ബൈജു അക്കൗണ്ട് ഡെറ്റർ, ടു സസ്പെൻസ് അങ്ങനെയും എഴുതാം. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ, ബൈജു അക്കൗണ്ട് ഡെറ്റർ, ടു സസ്പെൻസ്, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ, ബൈജു അക്കൗണ്ട് ഡെറ്റർ, ടു സസ്പെൻസ് ഇങ്ങനെ എഴുതാം. ഇനി ഈ രണ്ട് ജേണൽ എൻട്രിയും കൂടെ ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സസ്പെൻസ് ഒഴിവാക്കി വേണമെങ്കിൽ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ സസ്പെൻസിന് നാം നോക്കിക്കുകയും ക്രെഡിറ്റ് 3000 കിടക്കുന്നുണ്ടോ, സസ്പെൻസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് 3000 കിടപ്പുണ്ട്. അതേപോലെ ഈ എൻട്രിക്കകത്ത് ഡെബിറ്റിൽ ഒരു സസ്പെൻസ് 3000 ഉണ്ട്. ഈ സസ്പെൻസ് വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ജേണൽ എൻട്രി കൊടുക്കാം? ബൈജു അക്കൗണ്ട് ഡെറ്റർ, സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ, ടു പർച്ചേസ് റിട്ടേൺ. ഇങ്ങനെ ഇതിനെ കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജേണൽ എൻട്രി തയ്യാറാക്കാം. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവും. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ പോലെയാണ് കേട്ടോ. തിരിച്ച് മറിച്ചും നമുക്ക് ഇത് ആൻസർ കറക്റ്റാണ്, തെറ്റൊന്നുമില്ല. ഇങ്ങനെയും ചെയ്യാം. ഇത് അതിലെ ഡെബിറ്റ് സസ്പെൻസ് 3000 ഇതിലെ ക്രെഡിറ്റ് സസ്പെൻസ് 3000 വെട്ടിക്കളഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു ഒറ്റ ജേണൽ എൻട്രിയിൽ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിത് നിങ്ങളുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. ഒരു സൈഡ് സസ്പെൻസ് എൻ്റർ ചെയ്ത് കൊടുക്കുക, എൻട്രി പാസ് ചെയ്യുക. ഇപ്പോൾ സൈഡിൽ സസ്പെൻസ് എൻ്റർ ചെയ്ത് കൊടുക്കുക, എൻട്രി പാസ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ സോൾവ് ചെയ്യുക എന്നതേ ഉള്ളൂ കേട്ടോ. അക്കൗണ്ടൻസിയുടെ കേസിൽ അങ്ങനെയേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത 4th പോയിന്റിലേക്ക് പോവുകയാണ്. ഓൾഡ് മിഷനറി സോൾഡ് ₹2000 ടു രതീഷ് റെക്കോർഡഡ് ത്രൂ സെയിൽസ് ബുക്ക് ആസ് 1800 ആൻഡ് പോസ്റ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് ബിനീഷ് അക്കൗണ്ട് 1200. ഇവിടെ ഇതേപോലൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. അത് ഇങ്ങനെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ടും ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് 4 അക്കൗണ്ടുകളാണ് വേണ്ടത്. ഏതൊക്കെയാണ്? മിഷനറി അക്കൗണ്ട്, രതീഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ബിനീഷ് അക്കൗണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തു. മിഷനറി അക്കൗണ്ട്, രതീഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ബിനീഷ് അക്കൗണ്ട്, 4 അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കറക്റ്റ് എൻട്രി പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓൾഡ് മിഷനറി സോൾഡ് ഫോർ ₹2000 ടു രതീഷ്. രതീഷിന് മിഷനറി വിൽക്കുമ്പോൾ രതീഷ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി, രതീഷ് അക്കൗണ്ടിൽ ടു മിഷനറി 2000, മിഷനറി അക്കൗണ്ടിൽ ബൈ 2000. ഇതാണ് നമ്മുടെ ആക്ച്വൽ എൻട്രി. ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവാണ് ആക്ച്വൽ എൻട്രി കേട്ടോ. ഓക്കെ, ആക്ച്വൽ എൻട്രി ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇതാണ് നമുക്ക് വരേണ്ട എൻട്രി. ഇനി അവരെന്ത് തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ത്രൂ സെയിൽസ് ബുക്ക്, അവരത് സെയിൽസ് ഡേ ബുക്ക് വഴി പാസ് ചെയ്തു, അതും 1800. സെയിൽസ് ഡേ ബുക്കിൽ ക്രെഡിറ്റ് സൈഡിൽ 1800, കാരണം സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, മിക്കവാറും ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് എൻട്രി വരുന്നത്. എന്നിട്ടത് പോസ്റ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് ബിനീഷ്, ബിനീഷിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുചെന്ന് 1200 എൻ്റർ ചെയ്തു. അപ്പം നിങ്ങൾക്ക് മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായോ? മിഷനറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് 2000ഉം രതീഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് 2000ഉം വരുന്നതിന് പകരം ഈ 2 അക്കൗണ്ടിൽ അവർ ടച്ച് ചെയ്തിട്ടില്ല. പകരം സെയിൽസ് അക്കൗണ്ടിൽ കൊണ്ടുചെന്നിട്ട് ക്രെഡിറ്റ് സൈഡിൽ 1800, ബിനീഷ് അക്കൗണ്ടിൽ കൊണ്ടുചെന്നിട്ട് ക്രെഡിറ്റ് സൈഡിൽ 1200. ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത്, ഇത് റോങ് ആണല്ലേ, അപ്പോൾ നമ്മൾ റോങ് ആയിട്ട് എൻ്റർ ചെയ്ത് തന്നെ റെഡ് മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു 1800 സസ്പെൻസ് എഴുതി കൊടുക്കുക, ഇവിടെ ഒരു 1200 സസ്പെൻസ് എഴുതി കൊടുക്കുക. സിമ്പിളാണല്ലേ, ഞാൻ പറഞ്ഞില്ലേ. അതായത് സെയിൽസ് അക്കൗണ്ടിൽ ടു സസ്പെൻസ്, ബിനീഷ് അക്കൗണ്ടിൽ ടു സസ്പെൻസ്. അപ്പോൾ നമ്മുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് അക്കൗണ്ടിൽ ടു സസ്പെൻസ്, ബിനീഷ് അക്കൗണ്ടിൽ ടു സസ്പെൻസ്. അപ്പോൾ ഇതിനകത്ത് ജേണൽ എൻട്രി എങ്ങനെ വരും? സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ 1800, ബിനീഷ് അക്കൗണ്ട് ഡെറ്റർ 1200, ടു സസ്പെൻസ്, രണ്ടും കൂടെ ചേർത്ത് എഴുതണം. അപ്പം സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ, ബിനീഷ് അക്കൗണ്ട് ഡെറ്റർ, ടു സസ്പെൻസ് അക്കൗണ്ട് 1200, 1800, 3000. ഇനി നമുക്കുള്ളത് ഇവിടെ സസ്പെൻസ് എഴുതേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് ഡെബിറ്റും ഇവിടെ ഒരു 2000 നമുക്ക് വരണം, ഇവിടെ ഒരു 2000 വരണം. രതീഷ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്ന് പറഞ്ഞ ഒറിജിനൽ എൻട്രിയാണ് നമുക്ക് വരാനുള്ളത്. രതീഷ് അക്കൗണ്ട് ഡെറ്റർ ടു മിഷനറി എന്ന് പറയുന്ന ഒറിജിനൽ എൻട്രി നമ്മൾ എൻ്റർ ചെയ്ത് ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോകാം. അവസാനത്തെ പോയിന്റാണ്. അവസാനത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ റിട്ടേൺ ഇൻവേർഡ് ബുക്ക് 2800 പോസ്റ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് റിട്ടേൺ ആണ്, ഇങ്ങോട്ട് വരുന്നതാണ്, പക്ഷേ സെയിൽസ് റിട്ടേൺ ആണ്. അത് പർച്ചേസ് അക്കൗണ്ടിൽ എൻട്രി ചെയ്യുന്നതാണ്, പർച്ചേസും ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഏതാണ്ട് രണ്ടിനും ഡെബിറ്റ് തന്നെയാണല്ലേ. അപ്പം സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ടിയുടെ പേരാണ് വരേണ്ടത്. ഏതോ ഒരു പാർട്ടി, അവർ പാർട്ടിയുടെ പേര് പോലും പറയുന്നില്ല, പാർട്ടിയുടെ അക്കൗണ്ട് കറക്റ്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ടു പാർട്ടി അക്കൗണ്ട് എന്ന് വരേണ്ടതിന് പകരം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ടി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെയിൽസ് റിട്ടേണിൽ ഡെബിറ്റ് വരേണ്ടതിന് പകരം പർച്ചേസിലാണ് ഡെബിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം?
ഒറിജിനലി പർച്ചേസിലല്ലേ വരേണ്ടത്, ആ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തുകൊണ്ട് സെയിൽസ് റിട്ടേണിനെ ക്രെഡിറ്റ് ചെയ്യുക. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് റിട്ടേൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തു. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കറക്റ്റ് എൻട്രി ആദ്യം എൻ്റർ ചെയ്യുക, അതിനുശേഷം റോങ് എൻട്രി എൻ്റർ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ റെക്ടിഫൈ ചെയ്യേണ്ട പോർഷനിൽ ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ട് ഇട്ട് മാച്ച് ആക്കുക. എന്നിട്ട് ആ സ്ഥലത്തെല്ലാം സസ്പെൻസ് എന്ന് എഴുതി കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എൻട്രി കിട്ടും. ഓക്കെ, ആ എൻട്രി വേണമെങ്കിൽ റഫ് എഴുതിയിട്ട് നിങ്ങൾക്ക് ക്രോസ് വെട്ടി കളയാൻ പറ്റുമെങ്കിൽ, അതാണ്ട് ഇതുപോലെ ക്രോസ് എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ഒരു ട്രാൻസാക്ഷൻസ് വെച്ചിട്ട് നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അതിന് ഹെഡിങ് എല്ലാം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നോക്കുന്നു ഏതൊക്കെ എൻട്രിയാണ് സസ്പെൻസ്. ഒന്നാമത് ബൈ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ടു പർച്ചേസ്. സസ്പെൻസ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്നും വരും, ടു പർച്ചേസ് എന്നും വരും. ഓക്കെ, അടുത്തത് രണ്ടാമത്തത് ബൈ ബാലു അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ ബാലു എന്ന് വരും. ഓക്കെ, സെക്കൻഡിൽ തന്നെ വേറെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. അപ്പം ബൈ ഫർണിച്ചർ എന്ന് വരും, സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ എന്ന് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് രണ്ടാമത്തെ വീണ്ടും ഒരു എൻട്രി ഉണ്ട്, ബൈ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസും ടു നവാസും വരും. അപ്പം സസ്പെൻസ് അക്കൗണ്ടിൽ ടു പർച്ചേസും വരും, ടു നവാസും വരും. സസ്പെൻസ് അക്കൗണ്ടിൽ ടു പർച്ചേസും ടു നവാസും വരും. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് സസ്പെൻസ് അക്കൗണ്ടിൽ ടു പർച്ചേസ് റിട്ടേൺ. സസ്പെൻസ് അക്കൗണ്ടിൽ ടു പർച്ചേസ് റിട്ടേൺ. അതേ കേസ് തന്നെ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈ ബൈജു ബൈ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. അപ്പോൾ ബൈ ബൈജു എന്നും ബൈ സെയിൽസ് റിട്ടേൺ എന്നും വരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സസ്പെൻസ് വെട്ടി എൻ്റർ ചെയ്താൽ ഈ 3000 ഓക്കെ, ഈ രണ്ട് ട്രാൻസാക്ഷന് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിൽ വരില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ ഡെബിറ്റിൽ നിന്ന് 3000 പോകും, ക്രെഡിറ്റിൽ നിന്ന് പോകും, ഓട്ടോമാറ്റിക്കായിട്ട് അത് ടാലിയാവും. ആൻസറിനൊന്നും ഒരു വേരിയേഷൻ വരത്തില്ല, കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. സസ്പെൻസിൽ കൂടെ റൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എറേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് സസ്പെൻസിൽ കൂടെ റൂട്ട് ചെയ്യുന്നതിന് പ്രശ്നമല്ല. എങ്ങനെയാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം, നോ ഇഷ്യൂ. അടുത്തത് സെയിൽസ് ബൈ ബിനീഷ് അക്കൗണ്ട് ഡെറ്റർ ടു സസ്പെൻസ്. അപ്പോൾ ബൈ സെയിൽസ് എന്നും ബൈ ബിനീഷ് എന്നും വരും. ഇനി എന്താണ്, രതീഷും മിഷനറിയുമാണ്, സെയിൽസ് റിട്ടേണും പർച്ചേസുമാണ്, അത് സസ്പെൻസ് അക്കൗണ്ടിൽ വരില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ടോട്ടൽ എടുക്കുമ്പോൾ 42,000 വരും. അതേ ടോട്ടൽ ഇവിടെ എഴുതും. അപ്പോൾ ഡിഫറൻസ് ഇതിൽ നിന്ന് ഇതെല്ലാം കൂടെ കുറയ്ക്കുമ്പോൾ ഏകദേശം 15,000 രൂപ വരും. അതാണ് ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് സിമ്പിൾ ചാപ്റ്ററാണ്. നമുക്കിനി അടുത്തതായി ഒരു പ്രോബ്ലവും കൂടെയാണ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ആ ഒരു പ്രോബ്ലവും കൂടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രോബ്ലം ഞാൻ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെയാണ് ആ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യും. ഇതേ പ്രോബ്ലം നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിലാണ് നമ്മളോട് റെക്ടിഫൈ ചെയ്യാൻ പറയുന്നതെങ്കിൽ കണ്ട നോക്കുക, സെയിം ക്വസ്റ്റ്യൻ ആസ് എബോവ്. അതായത് നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ ചോദിച്ചാൽ നമ്മളെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെയിം ആണ്, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്രെഡിറ്റ് ഇതെല്ലാം സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ അതേ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ തന്നെ കേസ് എന്താണെന്ന് വെച്ചാൽ ആൾസോ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അസ്യൂമിങ് ദാറ്റ് ആൾ എറേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് ഇൻ ദി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ. ഇത് എല്ലാ എറേഴ്സും നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലാണ് കണ്ടുപിടിച്ചത് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നിങ്ങൾ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എറേഴ്സ് എല്ലാം അടുത്ത വർഷമാണ് കണ്ടുപിടിച്ചത്, ഈ വർഷമല്ല. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? ആൻസർ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതേപോലെ തന്നെ ജേണൽ എൻട്രി നമ്മൾ എൻ്റർ ചെയ്യണം. അതുപോലെ ഇതുപോലെ സസ്പെൻസ് അക്കൗണ്ട് എൻ്റർ ചെയ്യണം. എക്സ്ട്രാ നമുക്കൊരു അക്കൗണ്ടും കൂടെ വരും. ഏതാണത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം ഒന്നുകൂടെ നോക്കുക. അതുകൊണ്ട് ഇവിടെ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ ആകുമ്പോൾ പലയിടത്തും നമ്മൾ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. അപ്പോൾ ഞാനിതൊരു സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട്, ആറാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ട് ആൻസർ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാൻ പോവാം? കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാം. ചെയ്തതായിട്ട് സങ്കല്പിച്ചോ. ഇതിൻ്റെ ആൻസർ ദാണ്ട് ഇവിടെ ഇതേപോലെ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്ത് അതേ ജേണലറി തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് സങ്കല്പിക്കുക. അതിനുശേഷം സസ്പെൻസ് അക്കൗണ്ട് ഞാൻ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്തായിരിക്കും വ്യത്യാസമെന്ന്. ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാം. ടോട്ടൽ എടുത്ത് ദാണ്ട് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ആൻസറായി. ഓക്കെ,
ദെൻ അടുത്തത് സസ്പെൻസ് അക്കൗണ്ട്. ഇതാണ് നമ്മുടെ സസ്പെൻസ് അക്കൗണ്ട്. ഇത് ഞാൻ അതുപോലെ തന്നെ എവിടെ കൊണ്ടുപോവാണ്, നമ്മുടെ ഏഴാമത്തെ ആൻസറിലേക്ക്. ഇങ്ങനെ തന്നെയാണ് ആൻസർ ചെയ്യുന്നത്, പക്ഷേ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസ് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ആ വേരിയേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ വരുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഡേറ്റ ടു സെയിൽസ് എന്നും ടു പർച്ചേസ് എന്നും വരുമ്പോൾ സെയിൽസും പർച്ചേസ് റവന്യൂ നേച്ചർ ആണെങ്കിൽ അവിടെ എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വരും. ഇതാണ് വ്യത്യാസം. അപ്പോൾ പർച്ചേസിൻ്റെ അവിടെ എന്ത് വരും? അപ്പം നേരത്തെ ആ എൻട്രി സസ്പെൻസ് അക്കൗണ്ട് ഡേറ്റ ടു സെയിൽസ് എന്നും ടു പർച്ചേസ് എന്നും വന്നെടുത്ത് ഇത് നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ ആണെങ്കിൽ ഇവിടെ എന്ത് കയറി വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് കയറി വരും. വ്യത്യാസം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാലു അക്കൗണ്ട് ഡേറ്റ ടു സസ്പെൻസ്, ബാലു ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്, ഒന്നും സംഭവിക്കില്ല. ഫർണിച്ചർ അക്കൗണ്ട് സസ്പെൻസ്, ഒന്നും വരില്ല. ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് ഡേറ്റ ടു പർച്ചേസ് ഉണ്ട്. സസ്പെൻസ് അക്കൗണ്ട് ഡേറ്റർ പർച്ചേസ് അക്കൗണ്ട് ഡേറ്റ, ആ പർച്ചേസിന് പകരം P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. ഇവിടെ പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ആ പർച്ചേസ് റിട്ടേൺ പകരം എന്ത് വരും? P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. ഓക്കെ. അതുപോലെ ഇവിടെ ബൈജു അക്കൗണ്ട് ഡേറ്റർ സെയിൽസ് അക്കൗണ്ട് ഡേറ്റർ, ആ സെയിൽസിൻ്റെ അവിടെ എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സെയിൽസ് ഉണ്ട്, അവിടെയും P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. അടുത്ത ജേണൽ എൻട്രിക്കകത്ത് രതീഷ് മിഷനറിയുമാണ്, അത് അസറ്റും പേഴ്സണലുമാണ്. ഇവിടെ ദാണ്ട് ഇതിനകത്തൊരു പർച്ചേസ് റിട്ടേൺ ഉണ്ട്. റവന്യൂ നേച്ചർ ആയിട്ടുള്ള ഈ ജേണൽ എൻട്രിയിൽ എന്ത് വേരിയേഷനാണ് വരുന്നത് നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ ആകുമ്പോൾ? റവന്യൂ നേച്ചർ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ അടുത്തെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യണം, ആ അക്കൗണ്ടാണ് വരുന്നത്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സസ്പെൻസ് അക്കൗണ്ടിൽ എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. സസ്പെൻസ് അക്കൗണ്ടിലും അതുപോലെ സെയിൽസിൻ്റെ അവിടെ എന്തായിരിക്കും വരുന്നത്? സെയിൽസിൻ്റെ അവിടെ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. അങ്ങനെയാണെങ്കിൽ പർച്ചേസിൻ്റെ അവിടെ എന്ത് വരും? P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. പർച്ചേസ് റിട്ടേണിൻ്റെ അവിടെ എന്ത് വരും? P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. ഇവിടെ സെയിൽസിൻ്റെ അവിടെ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. വീണ്ടും സെയിൽസ് P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരും. അപ്പോൾ മാറ്റമില്ലാതെ തുടരുന്നത് നവാസ് അക്കൗണ്ട്, ബൈജു അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ബിനീഷ് അക്കൗണ്ട്. ആ അക്കൗണ്ടുകൾ അങ്ങനെ തന്നെ റെക്ടിഫൈ ചെയ്യണം. ബാക്കിയുള്ള എല്ലായിടത്തും എന്ത് കയറി വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കയറി വരും. ഇതാണ് നേരത്തെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയറിൽ സോൾവ് ചെയ്താൽ വരുന്ന മാറ്റം. നിങ്ങൾക്ക് കൃത്യമായി ഐഡിയ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു അക്കൗണ്ടും കൂടെ അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, അതാണ് നമ്മുടെ അക്കൗണ്ട്. അതാണ്ട് P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും കൂടെ വരും നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? സസ്പെൻസ് അക്കൗണ്ടിൽ ടു P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നതെല്ലാം P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ബൈ സസ്പെൻസ് എന്ന് പറഞ്ഞ് വരും. 16-10-5-3 16-10-5-3. സസ്പെൻസ് അക്കൗണ്ടിൽ ബൈ P&L അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നതെല്ലാം എവിടെ വരും? ഇവിടെ ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും. സിമ്പിളാണ്. ഇതിൻ്റെയൊക്കെ എൻട്രി ഞാൻ പറയേണ്ട. P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഒരു സസ്പെൻസ് അക്കൗണ്ട്, അതുകൊണ്ടാണ് സസ്പെൻസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് അത് കറസ്പോണ്ടിങ് P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം. ഇനി ഇതെന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്യണം. ഇത് ബാലൻസ് ചെയ്തിട്ട് ഇത് പ്രയർ പീരീഡ് ഐറ്റമാണ്. ഇതിനെ എങ്ങോട്ട്? ആ നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഏതാണ്ട് 31,200 രൂപയും കൂടെ പ്രോഫിറ്റ് കൂടണമായിരുന്നു കഴിഞ്ഞ വർഷം. കാരണം സെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം കൂടേണ്ടതായിരുന്നു. ആ എററെല്ലാം റെക്ടിഫൈ ചെയ്ത് വന്നപ്പോൾ 31,200 രൂപയും കൂടെ നമുക്ക് കൂടുതൽ കഴിഞ്ഞ വർഷമേ കൂടേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ ഈ വർഷത്തെ P&L അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഈ വർഷത്തെ പ്രോഫിറ്റും കഴിഞ്ഞ വട്ടത്തെ പ്രോഫിറ്റും ഏതാണെന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ P&L അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുകയും അതുവഴി തന്നെ നമ്മൾ കഴിഞ്ഞ വട്ടത്തെ നെറ്റ് ഇൻക്രീസ്, പ്രോഫിറ്റിലുള്ള ഇൻക്രീസോ ഡിക്രീസോ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. കാരണം എന്തുകൊണ്ട്? അത് മാച്ചിങ് പ്രിൻസിപ്പിളാണ്. കഴിഞ്ഞ വട്ടത്തെ പ്രോഫിറ്റ് കഴിഞ്ഞ വട്ടം തന്നെ ഇത് മാച്ച് ചെയ്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ബൈ മിസ്റ്റേക്ക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ വർഷം കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ അത് റെക്ടിഫൈ ചെയ്തു. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏകദേശമൊക്കെ കവർ ചെയ്തു. ഇനി കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഇതിനകത്ത് P&L അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് പിന്നീട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കുറേ ചാപ്റ്ററുകൾ ചെയ്യാനുള്ളത് കൊണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറേയധികം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, തിയറി കവർ ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം തൽക്കാലം നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.